നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Let the matchless name of our Lord Jesus Christ be glorified. നമ്മുടെ ഈ പ്രാവശ്യത്തെ കൺവെൻഷന്റെ സമാപന രാത്രിക്കായി പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കട്ടെ. First of all, I praise my God for the concluding session of this series of convention meetings. കഴിഞ്ഞ രണ്ട് രാത്രിയിലും വലിയവനായ ദൈവം നമ്മുടെ മധ്യേ കടന്നുവന്ന് സ്വർഗ്ഗത്തിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. The last 2 days also our great God had come in our midst and he was blessing us with all blessings in spiritual places. വാഗ്ദത്ത പ്രകാരം നമ്മുടെ കർത്താവ് യോഗത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ നമ്മുടെ മധ്യേ കടന്നു വന്നു നമ്മെ വീണ്ടും സ്വർഗീയമായ അനുഗ്രഹങ്ങളാൽ നിറച്ച് സന്തോഷിപ്പിച്ചു. According to his promise, he has come in the beginning of our convention itself and he has blessed us with all the blessings in heavenly places. പ്രത്യാശയുടെ മനോഹരമായ പാട്ടുകളെ പാടി ദൈവത്തിൽ സന്തോഷിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. The Lord has helped us to sing beautiful hymns of hope. അത്ഭുതകരവും മനോഹരവുമായ സാക്ഷ്യവും പങ്കിടുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. The Lord also helped us so that a wonderful and beautiful testimony concerning his miraculous providence. തുടർന്ന് നമുക്ക് ആവശ്യമാണ് ദൈവത്തിന്റെ ആലോചന ആത്മാവ് വെളിപ്പെടുത്തി തരുവാൻ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവത്തിലായിരിക്കുവാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. I remind once again that the people of God might be prayerful in the presence of God so that the Lord might reveal his mind, his counsel to us. ഇന്ന് രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യവും വായിക്കാം. For the meditation of this evening shall we read Philippians chapter 4 verse 4. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. Rejoice in the Lord always, and again I say rejoice. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളെ വേദപണ്ഡിതന്മാർ മൂന്നായി തിരിച്ചിട്ടുണ്ട്. The epistles of St. Paul have been classified into 3 parts by Bible scholars. ഒന്ന് പൊതുവായ ലേഖനങ്ങൾ, First the general epistles, രണ്ട് ഇടയ ലേഖനങ്ങൾ, secondly the pastoral epistles, മൂന്ന് കാരാഗ്രഹ ലേഖനങ്ങൾ, thirdly the prison epistles. ഈ ഫിലിപ്പി ലേഖനം വിശുദ്ധ പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒടുവിലത്തേതാണ്. Philippians, the epistle to the Philippians is the last of his prison epistles. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തന്റെ ജീവിതത്തിൽ 3 വ്യത്യസ്ത ഇടങ്ങളിൽ കാരാഗ്രഹവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. Apostle St. Paul had been a prison inmate in 3 different accounts. ഒന്നാമത് ഫിലിപ്പിയിൽ കാരാഗ്രഹവാസം അനുഷ്ഠിച്ചു. Firstly in Philippi. അനന്തരമായി കൈസരയിലും താൻ കാരാഗ്രഹത്തിൽ ആക്കപ്പെട്ടു. Also in Caesarea he was in prison. അവസാനമായി താൻ റോമിലും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയുണ്ടായി. In Rome also he was imprisoned. AD 60-61 കാലഘട്ടത്തിൽ റോമിൽ കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോഴാകുന്നു വിശുദ്ധ പൗലോസ് ഈ ലേഖനം എഴുതിയത്. While in Rome in prison in AD 60-61 he wrote this epistle to the Philippians. പുരാതന ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന മാസിഡോണിയയിലെ ഒരു പ്രധാന പട്ടണമായിരുന്നു ഫിലിപ്പിയ. Philippi was a prominent city of the province called Macedonia, a part of the ancient Greek empire. BC 353 ഫിലിപ്പ് രണ്ടാമൻ ചക്രവർത്തി ഈ പട്ടണം പിടിച്ചെടുത്ത് തന്റെ തന്നെ പേര് ആ പട്ടണത്തിന് കൊടുത്തു. In that particular BC 353, Philip II, he captured the city and gave his name to that city. വേദശാസ്ത്രപരമായി ഫിലിപ്പിയ പട്ടണത്തിന് വളരെ പ്രാധാന്യമുള്ളതായി തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. While we study the scriptures, biblically this city is of great prominence. യൂറോപ്പിൽ ആദ്യമായി സുവിശേഷം കടന്നു ചെന്നത് ഫിലിപ്പിയ പട്ടണത്തിലാകുന്നു. This is the first city in Europe in which gospel was preached. യൂറോപ്പിൽ ആദ്യമായി ദൈവസഭ സ്ഥാപിക്കപ്പെട്ടതും ഫിലിപ്പിയ പട്ടണത്തിലാകുന്നു. The first city in Europe where the church of God was established is Philippi. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ രണ്ടാം മിഷണറി യാത്രയുടെ മധ്യത്തിൽ, in the midst of the second missionary journey of Apostle Paul, മഖദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക എന്നൊരു പുരുഷൻ ദർശനത്തിൽ തന്നോട് സംസാരിച്ചു. A man in a vision, he said to him, come and help us in Macedonia. ദൈവിക ദർശനം ഏറ്റെടുത്ത വിശുദ്ധ പൗലോസ് യൂറോപ്പിലേക്ക് കടന്നുപോയി. Having accepted the divine vision, he went to Europe. യൂറോപ്പിലെ ആദ്യത്തെ വിശ്വാസി ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. Lydia is the first convert in Europe. അനന്തരമായി അനേക ആത്മാക്കൾ അവിടെ രക്ഷിക്കപ്പെടുവാനും യൂറോപ്പിൽ ദൈവത്തിന്റെ വേല ശക്തമായി തീരുവാനും സഹായിച്ചു. Then thereafter several souls were converted and the work of God was established mightily in Europe. കൊരിന്ത്യ ഗലാത്യ സഭകൾ പ്രാരംഭ നൂറ്റാണ്ടുകളിൽ വിവിധങ്ങളാകുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. The churches in Corinth and Galatia had to go through much persecution in the earlier parts. ആത്മീക ജീവിതത്തിൽ അവർ തുലവും പിന്നോക്കമുള്ള ജീവിതം നയിച്ചിരുന്നു. In spiritual condition they were in a backslidden state. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഫിലിപ്പിയിലെ വിശ്വാസികൾ മാതൃകാപരമായി ജീവിതം നയിച്ചിരുന്നു. But the believers in Philippi led a model life. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ വളരെ വാത്സല്യത്തോടെ അഭിസംബോധന
സംബോധന ചെയ്യുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. Therefore we can see he is compassionately addressing to the believers in Philippi. പ്രിയരും വാഞ്ചിതരുമായുള്ളവരെ എന്ന് പൗലോസ് അവരെ വിളിക്കുന്നു. He is telling them, "Oh my beloved and my loved ones." എന്റെ സന്തോഷവും എന്റെ കിരീടവുമായുള്ളവയെ എന്ന് പൗലോസ് അവരെ വിളിക്കുന്നുണ്ട്. You are my joy and crown of rejoicing. പൗലോസിന്റെ മൂന്നാം മിഷണറി യാത്രയിൽ താൻ ഒരിക്കൽ കൂടെ ഫിലിപ്പിയ സഭയിൽ കടന്നു ചെല്ലുന്നതായി നമുക്ക് തിരുവെഴുത്തിൽ കാണാം. In the third missionary journey he once again visits this city. ഈ ലേഖനം എഴുതിയ സന്ദർഭത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് മടക്കിക്കൊണ്ടുവരാം. Shall we draw attention back to the circumstance in which this epistle was written? അപ്പോസ്തല വിശുദ്ധ പൗലോസ് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. Apostle St. Paul says, "Rejoice in the Lord always." ഒരിക്കൽ പോലും സന്തോഷിക്കുവാൻ ഒരു സാഹചര്യം ഇല്ലാതിരിക്കുന്ന പശ്ചാത്തലത്തിലാകുന്നു പൗലോസ് ഇതിനെ പറയുന്നത്. He was in a background in which there was no cause to rejoice. തന്റെ കാരാഗൃഹവാസത്തിന്റെ അവസാന ഘട്ടത്തിൽ കൂലിക്കെടുത്ത വീട്ടിൽ ഒരു കാവൽ പടയാളിയുടെ മുൻപിൽ താൻ ജീവിക്കുകയാണ്. In the last stage of his prison life, he was in a hired house with a soldier bound with him. ആ കാരാഗൃഹത്തിൽ സുവിശേഷ പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും വ്യക്തിപരമായി തന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിരിക്കുന്നു. Even though he had certain privileges to preach the gospel, he had personal unliberty. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സുഖകരമല്ലാത്ത ജീവിത പാതകളിലൂടെ പൗലോസ് കടന്നു പോവുകയാണ്. He had to go through paths in which full of trials. താൻ സ്നേഹിച്ചവരും തന്നെ സ്നേഹിച്ചവരും തന്നോടുകൂടെ ഇല്ല. The people whom he loved and those who loved him were not with him. സ്വാതന്ത്ര്യമായി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ തന്നെ കൊണ്ട് സാധിക്കത്തില്ല. He could not freely go about and do the ministry. അടിമത്തത്തിന്റെ ചങ്ങലകളാൽ താൻ He ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. were bound by the bonds of slavery. ഈ സന്ദർഭത്തിലാകുന്നു വിശുദ്ധ പൗലോസ് പറയുന്നത് സന്തോഷിക്കുവീനെന്ന്. In this circumstance he is saying, "Rejoice." ഫിലിപ്പി ലേഖനത്തിൽ ഉടനീളം നമ്മൾ പഠിച്ചു നോക്കിയാൽ When we read all throughout the Philippians, ഏതാണ്ട് 16 പ്രാവശ്യം വിശുദ്ധ പൗലോസ് ഈ വാക്ക് ആവർത്തിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. 16 times he is repeating the same words. സന്തോഷിക്കുവാൻ ഒരു സാഹചര്യവും ഇല്ലാത്ത സാഹചര്യത്തിലാകുന്നു വിശുദ്ധ പൗലോസ് സന്തോഷിക്കുവാൻ അധികമായി പറയുന്നത്. When there is no cause to rejoice, he is saying, "Rejoice." അത് മാത്രമല്ല, Not only this, ഫിലിപ്പി ലേഖനത്തിലേക്ക് നമ്മൾ വീണ്ടും ആഴമായി കടന്നു വരുമ്പോൾ when we come in depth to this epistle, അപ്പോസ്തല വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും അതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ the സാധിക്കുന്നു. goal of the life of St. Paul is being revealed here. ഈ ലേഖനം നമ്മൾ ആത്യന്തികമായി പഠിക്കുമ്പോൾ, When we constructively study this epistle, ഈ ദുഃഖപൂരിതവും ദുരിതപൂർണമായ ജീവിതത്തിൽ എങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാമെന്നൊരു ദൈവവൈതലിനെ കണ്ടെത്തുവാൻ we സാധിക്കും. can see how we can live a life of rejoicing in this life full of trials and difficulties. ഇന്ന് ലോകത്തിലെ മനുഷ്യൻ സന്തോഷത്തിന് വേണ്ടി വിവിധ മാധ്യമങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. For rejoicing, the people of the world are trusting several mediums. ചിലർ അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും മറയ്ക്കുവാനും മാറ്റുവാനും മദ്യത്തെ ആശ്രയിക്കുന്നു. To remove their sorrows and difficulties, they are trusting in liquor. കേരളത്തിൽ മദ്യപാനത്തിന്റെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് നമ്മൾക്കറിയാമല്ലോ. The use of beverages in Kerala is increasing. കഴിഞ്ഞ ഓണത്തിന് 283 കോടി രൂപയുടെ മദ്യമാണ് കേരളീയർ കുടിച്ചത്. Last Onam, the Keralites consumed the liquor for 353 crores. മദ്യപാനത്തിലൂടെ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുമെങ്കിലും ആ സന്തോഷം കേവലം താൽക്കാലികമാണ്. Even though we can find some rejoicing by using liquor, it is only temporary. മദ്യത്തിന്റെ ആസക്തി അവനെ വിട്ടു പോകുമ്പോൾ അവൻ കൂടുതൽ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും കടന്നു പോകുന്നു. When the effect of liquor has left him, he is full of moroseness and discouragement. മറ്റു ചില സന്തോഷം കണ്ടെത്തുവാൻ സിനിമാശാലകളെയാണ് അഭയം And പ്രാപിക്കുന്നത്. for some rejoicing, he is trusting in cinema halls. സിനിമാ താരങ്ങളുടെ സന്തോഷവും അവരുടെ പ്രകടനങ്ങളും കണ്ട് അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളെ മറക്കുവാൻ ശ്രമിക്കുന്നു. He is trying to forget his sorrows by seeing the acts and scenes of the actors. ആത്യന്തികമായി ചിന്തിച്ചാൽ സിനിമാ താരങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തവരാണെന്ന് കണ്ടെത്തുവാൻ സാധിക്കും. When we see their life, even these actors are also without any rejoicing. എത്രയോ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന സിനിമാ താരങ്ങൾ ജീവിതത്തിലൊടുവിൽ ദുഃഖിതരായി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. The people who used to make others rejoice, their lives were ended in much despair. ലോക സിനിമയിൽ മർലിൻ മൺറോയോളം പ്രശസ്തയായി തീർന്നിട്ടുള്ള ഒരു നടിയും ഇന്ന് വരെ എഴുന്നേറ്റിട്ടില്ല. In this world of cinema, there is no actress more famous than Marilyn Monroe. മർലിൻ മൺറോയുടെ സമ്പത്തിന് ആസ്തിക്ക് യാതൊരു കണക്കും ഉണ്ടായിരുന്നില്ല. There was no count of her wealth and prosperity. അവളുടെ സമ്പത്ത് കുറയ്ക്കുവാൻ വേണ്ടി അവൾ അമേരിക്കയിലെ 5 നക്ഷത്ര ഹോട്ടലുകളിൽ ഗ്രൂപ്പായി താമസിച്ച് അവൾ പണം ചെലവഴിച്ചു. She used to spend her money so that it could be wasted away in 5-star hotels. ഒടുവിൽ അവൾ സാത്താന്യ ആരാധനയിലേക്ക് കടന്നു പോകുവാനിടയായി Then തീർന്നു. she went away to Satan worship.
rulership. പ്രശസ്തിയുടെയും പണത്തിന്റെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴും When she was in the climax of her fame and wealth, ജീവിതത്തിൽ സമാധാനമറ്റവളായി 33-ാമത്തെ വയസ്സിൽ അവൾ ആത്മഹത്യ ചെയ്തു. she lost the peace of life and committed suicide at the age of 33. മറ്റു ചിലർ സംഗീതത്തിലാകുന്നു സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. Others find pleasure in music. ആകയാൽ സംഗീതം ഇന്ന് പൈശാചികമായ നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു നമുക്ക് കണ്ടെത്തുവാൻ Even സാധിക്കും. music has degraded to a satanic level. മറ്റു ചിലർ ആഡംബര ജീവിതത്തിലൂടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. Others find to try pleasure in pompousness. ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് ജീവിക്കുക, വസ്ത്രധാരണം ചെയ്യുക, അങ്ങനെ സന്തോഷിക്കുവാൻ അവർ ശ്രമിക്കുകയാണ് They are ചെയ്യുന്നത്. trying to find happiness in the fashions of this world. ആത്യന്തികമായി ഇവയ്ക്കൊന്നും മനുഷ്യ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷമോ സമാധാനമോ തരുവാൻ സാധിക്കില്ല. Naturally, these things cannot give any real happiness or joy to man. ഒരിക്കൽ എന്റെ ഒരു സുഹൃത്ത് എന്നോട് ഇപ്രകാരം ചോദിച്ചു. Once a friend of mine asked me like this, നമുക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു ആയുസ് പരമാവധി നമ്മൾ ആസ്വദിക്കുക എന്ന്. the age, the life that we have got in our hands, let us rejoice to the maximum. വരുവാൻ പോകുന്ന ഒരു ജന്മമുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നമുക്ക് കണ്ടുമുട്ടാമെന്ന് താൻ എന്നോട് ഉപദേശിച്ചു. If there is a life to come, let us meet it at that time. ഇത് ഇന്നത്തെ ലോകത്തിന്റെ യഥാർത്ഥ മുഖമാണ് വെളിപ്പെടുത്തി This is കാണിക്കുന്നത്. the real face of today's world. കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ജന്മം പരമാവധി സന്തോഷിക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുന്നു. People are trying to make maximum utilize the life that they have. എത്രത്തോളം ലോകത്തിന്റെ സന്തോഷത്തിൽ അവൻ ആസ്വദിക്കാൻ ഇറങ്ങിപ്പോകുന്നുവോ അത്രത്തോളം ദുഃഖത്തിലേക്കും നിരാശയിലേക്കും അവൻ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. How much he is trying to submerge himself in the pleasures of this world, he is submerging himself in discouragement and despair. സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ അതിനനുസരിച്ച് പെരുകിക്കൊണ്ടിരിക്കുന്നു. Also, the horrible crimes are increasing in society. കൊലപാതകങ്ങളും അധാർമികതയും സമൂഹത്തിൽ കൊടികുത്തി വാണുകൊണ്ടിരിക്കുന്നു. Murders and immoralities are also reigning in this world. കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. Family relationships are breaking down. മനുഷ്യ ജീവിതത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. The values of human life are being lost. സമ്പത്തിന് മനുഷ്യന് ഒരിക്കലും സമാധാനം തരുവാൻ സാധിക്കത്തില്ല. Wealth can never give peace to man. 2006 മെയ് മാസത്തിൽ റീഡേഴ്സ് ഡൈജസ്റ്റ് മാസികയിൽ വന്നൊരു സംഭവം ഞാൻ An ഓർക്കുന്നുണ്ട്. incident in 2006 issue, month of May, Reader's Digest. അമേരിക്കയിലെ ഒരു സാധാരണമായ ഉദ്യോഗസ്ഥ ദമ്പതികൾ, An ordinary employee family in the United States. ഭാര്യയ്ക്കും ഭർത്താവിനും സാമാന്യം നല്ല ജോലി ഉണ്ടായിരുന്നു. They have a comparatively good job. പക്ഷെ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. They had no issue. അവർ അവരുടെ ആയിരിക്കുന്ന സ്ഥിതിയിൽ സന്തോഷമായ ഒരു കുടുംബജീവിതം നയിച്ചു. In their own manner, they had a life of rejoicing. എന്നാൽ 2000 ആണ്ടിൽ അദ്ദേഹത്തിന് ഒരു ലോട്ടറി അടിക്കുവാനിടയായി. But in the year of 2000, he won a lottery. $34 കോടി ആയിരുന്നു ആ ലോട്ടറിയുടെ തുക. The amount was $34 crore. ആ വലിയ തുക തന്റെ കയ്യിൽ കിട്ടിയപ്പോൾ താൻ തന്റെ ജോലി രാജിവെച്ചു. When that amount reached his hand, he resigned from his job. തന്റെ ഭാര്യയും ജോലി രാജിവെച്ചു. His wife also resigned her job. അവർ ആ പണം കൊണ്ട് അവരുടെ ജീവിതത്തെ പരമാവധി ആസ്വദിക്കുവാൻ തുടങ്ങി. They tried to make maximum utility of that money. എത്രത്തോളം ലോകത്തിന്റെ സന്തോഷങ്ങൾ അനുഭവിക്കാമോ അത്രത്തോളം ലോകത്തിന്റെ സന്തോഷങ്ങൾ അവർ അനുഭവിച്ചു. How much they tried to enjoy the pleasures of this world, they tried to enjoy. കൊട്ടാര സദൃശമായ വീടുകൾ അവർ പണിതു. They made palatial buildings. ഒഴുകുന്ന ആഡംബര കാറുകൾ അവർ വാങ്ങിച്ചു. They bought luxurious cars. അവർ ബാറുകളിൽ മദ്യപിച്ച് അവരുടെ സമയങ്ങളിൽ They ചിലവഴിച്ചു. spent their time drinking wine in bars. അവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ വർദ്ധിക്കുവാൻ തുടങ്ങി. And also their friends and their relations increased. എന്നാൽ യാദൃശ്യം അവരുടെ ജീവിതത്തിൽ സംശയത്തിന്റെ കരുനിഴൽ കടന്നു വന്നു. But the certain mist of doubt appeared in their life. അവരുടെ കുടുംബ ജീവിതത്തിൽ വിള്ളലുണ്ടായി. There was a schism in their family life. ഒടുവിൽ അവർ കോടതിയിൽ വെച്ച് വിവാഹമോചനം തേടി. Finally, in the court, they appeared for a divorce. 2003 മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തീർന്ന സഹോദരൻ പെട്ടെന്ന് മരിക്കുവാനിടയായി തീർന്നു. 2003, he was already subjected to drugs. He died. ജീവിതത്തിൽ ഏകാന്തതയും വിരക്തിയും അനുഭവിച്ച സ്ത്രീ 2 വർഷം മുന്നോട്ട് നീക്കി. The wife full of loneliness, she lived for another 2 years. ഒടുവിൽ സന്തോഷമില്ലാതെ 2005 അവർ ആത്മഹത്യ ചെയ്തു. Without any joy, in the year 2005, she committed suicide. അവർക്ക് ആവശ്യത്തിന് പണമുണ്ടായിരുന്നു. They had plenty of money. അവർക്ക് സുഖകരമായി വീടുണ്ടായിരുന്നു. They had buildings to stay. അവർക്ക് ആഡംബര ജീവിതത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. Everything for a luxurious life they had. പക്ഷേ ഇവയ്ക്കൊന്നും സന്തോഷത്തെ കൊടുക്കുവാൻ സാധിച്ചില്ല. But they couldn't give happiness to them. എത്രയോ കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. So many family relations are breaking down. ചാൾസ് രാജകുമാരന്റെയും ഡയാന രാജകുമാരിയുടെയും ജീവിതത്തിന്റെ അന്ത്യം ലോകം കണ്ടതാണ്. The world has already witnessed the end of Prince Charles and Princess Diana. ലോകത്തിന്റെ സന്തോഷത്തിൽ മനുഷ്യൻ എത്രത്തോളം ആശ്രയിക്കുന്നുവോ അത്രത്തോളം ദുഃഖത്തിലേക്ക് താണുകൊണ്ടിരിക്കുക. How much the world is trusting in the happiness of this world, they are degrading in sorrow. അത്രത്തോളം നിരാശയും തകർച്ചയും മനുഷ്യ ജീവിതത്തിൽ
ഹൃദയത്തിൽ So പിടികൂടിക്കൊണ്ടിരിക്കും. much discouragement and hopelessness holding man. ഈ ലോകത്തിന്റെ സുഖങ്ങൾ പരമാവധി ആസ്വദിച്ച രാജാവായിരുന്നു ശലോമോൻ ചക്രവർത്തി. King Solomon was a man who maximum utilized the pleasures of this world. ജീവിതത്തിന്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവനവന്റെ കഴിഞ്ഞകാല ജീവിതത്തെ തിരിഞ്ഞു നോക്കുന്നു. In one incident of his life, he had a back review of his life. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിന് 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ Ecclesiastes chapter 2 from verse 4 onwards. ശലോമോൻ അവന്റെ ജീവിതത്തെ വിലയിരുത്തുന്നത് കാണുവാൻ സാധിക്കുന്നു. He is making an estimate of his life. അവിടെ ശലോമോൻ ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്, What does King Solomon say? ഞാൻ മഹാപ്രവർത്തികളെ ചെയ്തു, I did great works. എനിക്ക് അരമനകളെ പണിതുണ്ടാക്കി, I built buildings for myself. ഞാൻ മുന്തിരിത്തോട്ടങ്ങളെ പണിതുണ്ടാക്കി, I built vineyards for myself. ഞാൻ തോട്ടങ്ങളും ഉദ്യാനങ്ങളും നിർമ്മിച്ചു, I also made me gardens and orchids. സകലവിധ ഫലവൃക്ഷങ്ങൾ കൊണ്ടും എന്റെ തോട്ടങ്ങളെ ഞാൻ നിറച്ചു, I planted trees of all kinds of fruits in them. എന്റെ തോപ്പ് നനയ്ക്കുവാൻ ഞാൻ കുളങ്ങളെ പണിതുണ്ടാക്കി, I made me pools of water to water the wood. എനിക്ക് അനേക ദാസന്മാരും ദാസിമാരെയും ഞാൻ I വിലക്കെടുത്തു, got me servants and maidens without number. എന്റെ വീട്ടിൽ ജനിച്ച ദാസന്മാരും ദാസിമാരും എനിക്കുണ്ടായിരുന്നു. Also had servants and maidservants born in my house. ഇസ്രായേലിൽ തനിക്ക് മുമ്പുണ്ടായിരുന്ന ആരെക്കാളും ആടുമാടുകളാകുന്ന മൃഗസമ്പത്തും തനിക്കുണ്ടായിരുന്നു. And above all those who were with him in Jerusalem, he had much great possessions and cattle and sheep. പൊന്നും വെള്ളിയുടെയും അനേക ഭണ്ഡാരങ്ങൾ താൻ And നിർമ്മിച്ചുണ്ടാക്കി. also had much treasuries of silver and gold. മനുഷ്യന്റെ പ്രമോദമായ അനേകം ഭാര്യമാർ തനിക്കുണ്ടായിരുന്നു. And also he had the joy of a human and many wives. സംഗീതക്കാരത്തികളും സംഗീതക്കാരും തനിക്കുണ്ടായിരുന്നു. And he had men singers and women singers. ജ്ഞാനബുദ്ധനിൽ ഉറച്ചു നിന്നു. And also wisdom was in him. ഒടുവിൽ തന്റെ പ്രവർത്തികളെ താൻ തിരിഞ്ഞു നോക്കി. But then he reviewed his works. ഒടുവിൽ ശലോമോൻ പറയുന്നു, Then finally Solomon is saying, ഇതൊക്കെ വെറുതെയാകുന്നു, everything is in vain. മായമായ Vanity. എല്ലാം മായ തന്നെ. Vanity of vanities. മനുഷ്യന്റെ ജീവിതത്തിന്റെ സുഖലോലുപതയ്ക്ക് ഒരർത്ഥവുമില്ല. There is nothing in the pleasures of this world. ശാശ്വതമായ സന്തോഷം എവിടെ കണ്ടെത്തുവാൻ Where can സാധിക്കും? we find everlasting happiness? യഥാർത്ഥമായ സന്തോഷം ദൈവത്തിൽ മാത്രമേ കണ്ടെത്തുവാൻ True സാധിക്കത്തുള്ളൂ. happiness can only be found in God. ലോകത്തിന്റെ ഒരു പൊരുക്കൾക്കും ശാശ്വതമായ സന്തോഷവും സമാധാനവും മനുഷ്യന് തരുവാൻ കഴിയത്തില്ല. No material things of this world can give everlasting happiness. എന്നാൽ ശാശ്വതമായ സന്തോഷം നമ്മുടെ യേശുവിൽ കണ്ടെത്തുവാൻ സാധിക്കും. Everlasting eternal happiness only in Jesus. കാരണം അവർ സന്തോഷത്തിന്റെ ഉറവിടമാണ്. Because he is the fountain of happiness. അവൻ രട്ട് അഴിപ്പിച്ച് സന്തോഷത്തെ ഉടുപ്പിക്കുന്നവനാണ്. He will remove your garments and he is sackcloth and anoint you with joy. അവൻ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നവനാണ്. He will make the lamentation into ഇന്ന് rejoicing. രാത്രി ഈ വചനം ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ This night as we are speaking this word unto you, വേദനപ്പെട്ട മനസ്സോടെ ദൈവസ്ഥലിൽ കടന്നു വന്നിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം if കേൾക്കണമെങ്കിൽ, anyone with a paining heart, they have appeared in the presence of God. തകർന്ന ഹൃദയത്തോടെ വന്നിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കണമെങ്കിൽ, With a broken heart, with a contrite heart, if they have come in the presence of God. നിരാശയോടെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതെന്ന് കരുതി ജീവിക്കുന്ന ആരെങ്കിലും ഇവിടെ If at വന്നിരിക്കുന്നെങ്കിൽ, least one soul, if they are saying it is better to die than to live a hopeless life, ഞങ്ങൾ നിങ്ങളോടൊരു സുവാർത്ത അറിയിക്കണം. we are giving you a gospel to you. യഥാർത്ഥമായി സന്തോഷം യേശുവിൽ കണ്ടെത്തുവാൻ സാധിക്കും. We can find true happiness in Jesus. അവന്റെ ജനനത്തെ കുറിച്ച് തന്നെ തിരുവെടുത്തി പ്രകാരം പറഞ്ഞിരിക്കുന്നു. Concerning his birth, the scriptures say, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ് യേശുവിന്റെ a ജനനം. great rejoicing for all the earth. ആകയാൽ ശാശ്വതമായ സന്തോഷം യേശുവിൽ കണ്ടെത്തുവാൻ സാധിക്കും. Eternal happiness only in Jesus. തിരുവെടുത്തിൽ ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ All throughout the scriptures when we learn, ഒരു മനുഷ്യന്റെ ഇഹലോക ജീവിതത്തിൽ ശരിയായ സന്തോഷം എങ്ങനെ കണ്ടെത്താമെന്നുള്ളതിനെ കുറിച്ച് തിരുവെടുത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ in the സാധിക്കും. scriptures we can see how a man can find true happiness in his life. നിലനിൽക്കുന്ന സന്തോഷത്തിന്റെ രഹസ്യത്തിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ Now we would താല്പര്യപ്പെടുകയാണ്. like you to draw you to the secret of eternal, everlasting, abiding happiness. പ്രാരംഭമായി ദാവീദിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. But let us see the life of David. 13-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In Psalm 13:5, പ്രതിസന്ധിയുടെ നടുവിൽ കടന്നു പോകുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ he സാധിക്കും. was passing through the midst of difficult circumstances. പക്ഷെ ദാവീദ് ലോകത്തോട് ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയും. But David is proclaiming a truth to the world. അവൻ പറഞ്ഞു, ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കും, I have trusted in your mercy. എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കുമെന്ന് My പറയും. heart shall rejoice in your salvation. ദാവീദിന്റെ ഹൃദയം ദൈവത്തിന്റെ രക്ഷയിൽ ആനന്ദിക്കുന്നു. The heart of David is rejoicing in the salvation of the Lord. 13-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യവും Psalm വായിക്കാം. 13:5.
ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. My heart is rejoicing in your salvation. 13-ാം സങ്കീർത്തനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ When we study about the 13th Psalm, അത് യഥാർത്ഥത്തിൽ ഒരു വിലാപത്തിന്റെ this സങ്കീർത്തനമാണ്. is the Psalm of lamentation. ശൗലിനാൽ അവൻ വളരെ ദുഃഖിപ്പിക്കപ്പെടുന്നുണ്ട്. He was much persecuted by Saul. ആ സങ്കീർത്തനത്തിന്റെ ഓരോ വരികളും നമ്മൾ വായിക്കുമ്പോൾ When we read all the verses of this Psalm, ദുഃഖത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ദാവീദ് in ചോദിക്കുകയാണ്, the depth of his sorrows, he's asking, എത്രത്തോളം യഹോവേ എത്രത്തോളം, how much, Lord, how much? എത്രത്തോളം യഹോവേ എത്രത്തോളം. How long, O Lord, how long? അവൻ ആവർത്തിച്ച് അവന്റെ ജീവിതത്തിൽ ദൈവത്തോട് ചോദിക്കുന്നു. Repeatedly he's asking the same question to the Lord. പ്രതിസന്ധിയുടെ നടുവിൽ അവൻ നിൽക്കുമ്പോൾ In the midst of difficulty he's asking. അവന്റെ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ ഒരു In സന്തോഷമുണ്ട്. the depths of his heart there is a rejoicing. ആ സന്തോഷത്തിന്റെ രഹസ്യം എന്തെന്നറിയാമോ? The secret of that rejoicing, do you know? എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. My heart shall rejoice in your salvation. ആകയാൽ ഒരു യാഥാർത്ഥ്യം നമ്മൾ We have മനസ്സിലാക്കിക്കൊള്ളാം. to understand a fact. ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകണമെങ്കിലും ശരി, Sorrows and difficulties and sorrows, but ദൈവത്തിന്റെ രക്ഷ നിന്റെ ഹൃദയത്തിൽ if സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ the salvation of the Lord is established in your heart, യഥാർത്ഥമായ സന്തോഷത്തിലാകുന്നു നീ ജീവിക്കണം. you are living in true rejoicing. എന്നാൽ ദാവീദിന്റെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Another incident in the life of David. ജീവിതത്തിൽ ഒരു ദുഃഖകരമായ സാഹചര്യത്തിൽ അവൻ പാപം ചെയ്തു. In a perplexing situation of the life, he committed sin. അവൻ ചെയ്ത പാപത്തെക്കുറിച്ച് നാഥാൻ പ്രവാചകൻ അവരെ ബോധം വരുത്തി. Concerning the sin he did, the prophet Nathan is reminding him. കുറ്റബോധമുള്ള മനസാക്ഷിയോടെ ദുഃഖിക്കുന്നവനായി അവൻ കാണപ്പെടുകയാണ്. With a guilty conscience, he's seeing weeping. അവൻ ദൈവസന്നിധിയിൽ നിലംപറ്റ് കിടന്ന് കരയുന്നു. He is falling down in the presence of God and weeping. ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു. He lost the peace and happiness of life. 51-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ When we come to Psalm 51 verse 12, ദാവീദ് ദൈവത്തോട് ഇപ്രകാരം നിലവിളിക്കുന്നു. what is David crying to the Lord? കർത്താവേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ O തരണമേ. Lord, restore unto me the joy of your salvation. ജീവിതത്തിൽ അനേക കാര്യങ്ങൾ ദാവീദിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. He had lost several things in his life. പക്ഷെ ദാവീദ് ദൈവത്തോട് തിരികെ ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ്. David is only asking one thing of the Lord. കർത്താവേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ O തരണമേ. Lord, restore unto me the joy of your salvation. ആകയാൽ ഇന്ന് രാത്രികാലം ഒരു യാഥാർത്ഥ്യം നിങ്ങൾ You should മനസ്സിലാക്കിക്കൊള്ളണം. understand a fact this night. രക്ഷിക്കപ്പെട്ട ദൈവമൈതലേ, നിന്റെ ഹൃദയത്തിനകത്ത് ഒരു സന്തോഷമുണ്ട്. Oh, saved child of God, there is a rejoicing in your heart. ലോകത്തിലെ മനുഷ്യർക്ക് ആ സന്തോഷം അനുഭവിക്കുവാൻ The സാധിക്കത്തില്ല. people of this world do not have this rejoicing. ആകയാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് What does the Lord require of us? നമ്മുടെ ഹൃദയം രക്ഷയിൽ Our heart should സന്തോഷിക്കുന്നവരായിരിക്കണം. rejoice in His salvation. ഈ ലോകത്തിൽ യാതൊന്നിനും തരുവാൻ കഴിയാത്ത സന്തോഷം. A joy which the world cannot give. 1 തിമോഥെയോസ് 2:4 വാക്യം. 1 Timothy 2:4. അവിടെ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, What does St. Paul say? സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും So that everyone might be saved. അവർ സത്യത്തിന്റെ They പരിജ്ഞാനത്തിലെത്തുവാനും might come to the knowledge of the salvation. ദൈവം ഇച്ഛിക്കുന്നുവെന്ന് This is പറഞ്ഞിരിക്കുന്നു. the will of God. സകല മനുഷ്യരും രക്ഷയുടെ സന്തോഷം അനുഭവിക്കണം So that all might have the joy of salvation. എന്ന് വെച്ചാൽ ഏത് ജാതിയിലുള്ളവരാണെങ്കിലും, In every nationality, ഏത് മതത്തിലുള്ളവനാണെങ്കിലും, in every religion, ഏത് in കുലത്തിലുള്ളവനാണെങ്കിലും, every race, ഏത് വർണ്ണത്തിലുള്ളവനാണെങ്കിലും, in every quality, ഏത് വർഗത്തിലുള്ളവനാണെങ്കിലും in every ശരി, kind, ഏതവസ്ഥയിലും whatever be the condition, നീ ദൈവത്തിന്റെ രക്ഷയുടെ സന്തോഷത്തെ നീ you should മനസ്സിലാക്കിക്കൊള്ളണം. understand this joy of His salvation. രക്ഷയുടെ സന്തോഷത്തെ ജീവിതത്തിൽ You പ്രാപിച്ചുകൊള്ളണം. should have the joy of His salvation in your life. ഇന്ന് രാത്രി അനുഭവം പ്രാപിച്ചുള്ള എത്ര ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്? How many of you have that experience this night? ദൈവത്തിന്റെ രക്ഷയുടെ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുവെന്നുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരെങ്കിലും ഈ സന്തോഷത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, If any one of you have not come to that joy this night, യഥാർത്ഥമായ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കും. the true rejoicing has been lost from your life. ഏതവസ്ഥയിലും ഒരു പാപി രക്ഷിക്കപ്പെടണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Whatever be the condition, a sinner should be saved. This is what God desires of us. പൗലോസിന്റെ മിഷണറി യാത്രയിൽ അവൻ യൂറോപ്പിലേക്ക് കടന്നുപോയി. In one of the missionary journeys of St. Paul, he went to Europe. അവിടെ അവൻ ആദ്യമായി ലഭിച്ച 3 കുടുംബങ്ങളുണ്ട്. The first 3 families converts which
which he obtained. രണ്ടാം മിഷണറി യാത്രയിൽ അവൻ മക്കെദോനിയയിലേക്ക് In ചെന്നപ്പോൾ the second missionary journey in Macedonia, അവിടുത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഒരു പുഴവക്കത്താണ്. in the side of a river, he started his gospel ministry. ആ പുഴവക്കത്ത് കുറച്ച് സഹോദരിമാർ കൂടി വന്നിരിക്കുന്ന ഒരു പൗലോസ് Certain കണ്ടു. women assembled there. പൗലോസ് അവിടെ ചെന്നൊരു ചെറിയ സുവിശേഷ പ്രസംഗം നടത്തി. St. Paul made a gospel address in that place. അവിടെ ലുദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി There was a വന്നിട്ടുണ്ടായിരുന്നു. woman by name Lydia. അവൾ രക്ഷാംബരം വിൽക്കുവാനാണ് വന്നത്. She was a seller of purple. എന്നാൽ യാദൃശ്യമായി ദൈവത്തിന്റെ വചനങ്ങൾ അവിടെ ഹൃദയത്തിൽ പതിച്ചു. But incidentally, the word of God struck her heart. അത് ആ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി It തീർന്നു. was the cause of the salvation for that family. ലുദിയയും കുടുംബവും രക്ഷ പ്രാപിച്ചു. Lydia and her families got saved. അത് യൂറോപ്പിലെ ആദ്യത്തെ കുടുംബം. These are the first converts of Europe. ദൈവത്തിന്റെ വചനം കേട്ടതിലൂടെ ആ കുടുംബം രക്ഷ By പ്രാപിച്ചു. hearing the gospel, the family was saved. എന്നാൽ യൂറോപ്പിലെ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് The second person in Europe, ഒരു ദുരാത്മാവ് ബാധിച്ച പെൺകുട്ടിയായിരുന്നു. this woman with an unclean spirit. വെളിച്ചപ്പാടത്തിയ ലക്ഷണം പറയുന്ന ഒരു പെൺകുട്ടി. She had the spirit of divination. പൗലോസ് അവളെ കണ്ടിട്ട് അവിടെ ദുരാത്മാവിനെ ശാസിച്ചു. St. Paul, seeing her, is rebuking that unclean ആ spirit. ദുരാത്മാവ് അവിടെ വിട്ടുപോയി ക്ഷണത്തിൽ സൗഖ്യം പ്രാപിച്ചു. The unclean spirit left her and she was healed. അവൾ കർത്താവിനെ രക്ഷിതാവായി കൈക്കൊണ്ടു. She accepted the Lord as her savior. അവളുടെ ജീവിതത്തിൽ അവൾ രക്ഷയെ പ്രാപിച്ചു. She accepted salvation. യൂറോപ്പിലെ മൂന്നാമത്തെ കുടുംബം എന്ന് പറയുന്നത് The third family in Europe, ഒരു കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബമാണ്. he was a prisoner. ഈ വെളിച്ചപ്പാടത്തിൽ രക്ഷിക്കപ്പെട്ടത് അറിഞ്ഞിട്ട് ജനം ഇളകി. After this, the girl with the divination spirit was saved. The people were troubled. അവളെ കൊണ്ട് സമ്പത്തുണ്ടാക്കുന്ന യജമാനന്മാർ ജനത്തെ ഇളക്കി. Her masters troubled the city. പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് തടവിലാക്കി. Paul and Silas were imprisoned. രാത്രിയിൽ വിശുദ്ധ പൗലോസും ശീലാസും തടവറയിൽ കിടക്കുന്നു. In the night, Paul and Silas were in the prison. അർദ്ധരാത്രി പിന്നിട്ടിരിക്കുന്നു. In the after middle of the night, പൗലോസും ശീലാസും ഉറക്കമുണർന്നു. the St. Paul wakened from their അവർ sleep. എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. First of all, they prayed. അവർ കാരാഗ്രഹത്തിൽ പാട്ടുപാടുവാൻ Then തുടങ്ങി. they sang praises in the prison. അവർ ആത്മാവിൽ സന്തോഷിക്കുവാൻ They തുടങ്ങി. rejoiced in the spirit. ദൈവശക്തി അവിടേക്ക് ഇറങ്ങി വന്നു. The power of God descended. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. The foundations of the prison were shaken. ഒരു ശക്തിയേറിയ ഭൂകമ്പം A mighty earthquake happened there. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ The തുറക്കപ്പെട്ടു. doors of the prison were opened. കാരാഗ്രഹ പ്രമാണി ഭയപ്പെട്ടു The പോയി. keeper of the prison was terrified. തടവുകാർ ഓടി രക്ഷപ്പെട്ടുവെന്ന് അവൻ He ചിന്തിച്ചു. thought that prisoners had escaped. വാളെടുത്ത് കുത്തി ആത്മഹത്യ Taking ചെയ്യുവാൻ a അവൻ sword, he ശ്രമിച്ചു. tried to commit suicide. പൗലോസ് അവന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. Paul approached him. നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. Do no harm to yourself. ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ All ഉണ്ട്. of us, we all are here. കാരാഗ്രഹ പ്രമാണി തിരിച്ചൊരു ചോദ്യം The ചോദിച്ചു. keeper of the prison asked him one question. രക്ഷപ്പെടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? What shall I do to be saved? ഞാൻ ചിന്തിക്കുന്നത് I think ആ സന്ദർഭത്തിൽ കാരാഗ്രഹ പ്രമാണി ഒരിക്കലും ആത്മരക്ഷയെ കുറിച്ച് ആയിരിക്കത്തില്ല ചോദിച്ചു. at that juncture he might not have asked about salvation of the soul. കാരാഗ്രഹത്തിന്റെ ഇൻചാർജ് ആച്ചാണ്. He is the in charge of the prison. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ സമാധാനം പറഞ്ഞേ പറ്റത്തുള്ളൂ. If the convicts escape, then he will have to give an answer of peace. പൗലോസാണ് അവനെ ധൈര്യപ്പെടുത്തി St. നിർത്തിയിരിക്കുന്നത്. Paul is encouraging him. കാരാഗ്രഹ പ്രമാണി പൗലോസിനോട് ചോദിക്കുക, The keeper of the prison asked him, രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? what shall I do to be കിട്ടിയ saved? അവസരം പൗലോസ് വിട്ടില്ല. Paul did not lose that opportunity. പൗലോസ് അവസരം മുതലെടുത്ത് സുവിശേഷം പറഞ്ഞു. He made good use of that opportunity and gave the gospel. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. Believe in the Lord Jesus എന്നാൽ Christ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. and you and your family shall be saved. ദൈവത്തിന്റെ അത്ഭുതം കണ്ട കാരാഗ്രഹ പ്രമാണി കുടുംബം രക്ഷിക്കപ്പെട്ടു. The keeper of the prison who saw the miraculous hand of God got saved. ലുദിയ രക്ഷിക്കപ്പെട്ടത് വചനം കേട്ടതിലൂടെ. Lydia got saved by hearing the word of God. വെളിച്ചപ്പാടിന് രക്ഷിക്കപ്പെട്ട ദുരാത്മാവ് നീക്കപ്പെട്ടതിലൂടെ. The girl got saved by removing that unclean spirit. കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ അത്ഭുതം കണ്ടതിലൂടെ. The keeper of the prison got saved by seeing a miracle of God. ആകയാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, Oh, people of God listening to me this time, ഏത് മാർഗത്തിലൂടെയാണെങ്കിലും ശരി, whatever be the way you are passing through, യേശുവിൽ വിശ്വസിച്ചേ മതിയാവത്തുള്ളൂ. you have to believe in Jesus. യേശുവിനെ രക്ഷിതാവായി കൈക്കൊണ്ടേ You മതിയാവത്തുള്ളൂ. have to receive Jesus as your savior. യേശുവിലൂടെയുള്ള രക്ഷയെ പ്രാപിച്ചേ You മതിയാവത്തുള്ളൂ. have definitely to receive the salvation through Jesus. രക്ഷിക്കപ്പെട്ടേ മതിയാവത്തുള്ളൂ. You have to be saved. അവരെയാണ് യഥാർത്ഥ സന്തോഷം പ്രാപിക്കുവാൻ This is കഴിയുന്നത്. true rejoicing. ചിലർ ചോദിക്കാറുണ്ട്,
ചോദിക്കുന്നുണ്ട്. Some ask, ഈ രക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്താ? why should we be saved? നല്ലവനായിട്ട് അങ്ങ് ജീവിച്ചാ പോരെ. We can live a moral life, എന്ന് വെച്ചാൽ മദ്യപിക്കാതെ, not drinking, പുകവലിക്കാതെ, why not smoking, സിനിമ കാണാതെ, why not visiting similar halls, യാതൊരു തെറ്റായ പ്രവർത്തികളും ചെയ്യാതെ, by not doing any immoral activities. നല്ലവനായി ജീവിച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ലേ? By living a moral life, can't we go to heaven? പിന്നെ രക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്താ? Why should we be saved? നല്ലവനായി ജീവിച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ല. By living a moral life, you cannot go to heaven. സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെട്ടേ If മതിയാവത്തുള്ളൂ. you have to go to heaven, you have to be saved. അത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ If you have to clearly understand, കൊർന്നല്യോസിന്റെ ജീവിതത്തിലേക്ക് പോകണം. well, shall we come to the life of Cornelius? ജാതികളിൽ നിന്ന് ആദ്യമായി രക്ഷിക്കപ്പെട്ടത് കൊർന്നല്യോസിന്റെ He is the കുടുംബമാണ്. first fruit among the Gentiles. നമ്മുടെയൊക്കെ ഒന്നാമത്തെ വിശ്വാസ തലതൊട്ടപ്പൻ കൊർന്നല്യോസിന്റെ കുടുംബമാണ്. He is our great grandfather, one of the first among the Gentiles. അവര് പട്ടാള മേധാവിയായിരുന്നു. He was a centurion of a band. കൊർന്നല്യോസിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ When we study the life of Cornelius, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ just as I had reminded you earlier, അവൻ ഭക്തനായ ഒരു he മനുഷ്യനായിരുന്നു. was a devout man. തന്റെ കുടുംബത്തോടുകൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. He feared God with all his house. അവൻ ജനത്തിന് വളരെ ധർമ്മം He കൊടുക്കുന്നവനായിരുന്നു. gave much alms to the people. അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. He prayed to God always. അപ്പോസ്തലപ്രവൃത്തി 10:2 വായിച്ചു Acts നോക്കിയാൽ 10:2 shall we read. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ഇതാണ് കൊർന്നല്യോസിന്റെ യഥാർത്ഥമായ ജീവിതം എന്ന് പറയുന്നത്. This is the true condition of Cornelius. അവൻ ഭക്തനായിരുന്നു. He was a devout man. അവർ കുടുംബമായി ദൈവത്തെ In ഭയപ്പെടുന്നവൻ. all his house he feared God. സാധുക്കൾക്ക് വാരി വിതറി കൊടുക്കുന്നവൻ. Gave much alms to the people. അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. Prayed to God always. ചിന്തിച്ചു നോക്ക്, ഇതുപോലെ സ്വർഗത്തിൽ പോകാനായിട്ട്. Oh, think of these things. Is it not sufficient to go to heaven? പക്ഷെ കൊർന്നല്യോസിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. But God is telling one thing to Cornelius. കൊർന്നല്യോസ്, നിന്റെ പ്രാർത്ഥനയും ദാനമൊക്കെ എന്റെ മുമ്പിൽ Oh എത്തിയിട്ടുണ്ട്. Cornelius, your prayers and alms have reached unto me. അപ്പോസ്തലപ്രവൃത്തി 11:13-14 വാക്യങ്ങൾ. Acts chapter 11 verses 13 and 14. ഒരു ദർശനത്തിൽ ഒരു ദൂതൻ കൊർന്നല്യോസിന് In പ്രത്യക്ഷപ്പെട്ടു. a vision, an angel appeared unto Cornelius. ആ ദൂതൻ കൊർന്നല്യോസിനോട് പറഞ്ഞു, An angel is speaking to Cornelius. നീ ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് You send men to Joppa. തോൽക്കലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നതായ one Simon the tanner in his house when Peter is residing. പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക എന്ന് പറഞ്ഞു. When Simon surnamed Peter, call him. അവൻ വന്നിട്ട് Then when he comes, നീയും നിന്റെ കുടുംബം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വചനങ്ങളെ നിന്നോട് he will സംസാരിക്കും. speak to you the words so that you and your family will be saved. അപ്പോസ്തലപ്രവൃത്തി 11:13-14 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിച്ചാൽ Shall we read Acts chapter 11 verses 13 and 14? അവൻ തന്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടു എന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശിമോനെ വരുത്തുക, നീയും നിന്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടുവാൻ നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാൻ. So that you and your household shall be saved. അടുത്തത്, അവൻ നിന്നോട് അവൻ സംസാരിക്കുമെന്ന് നിന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. The words that he speak unto you. നോക്കുക, കൊർന്നല്യോസിന്റെ ജീവിതത്തിലേക്ക് നോക്കുക. Behold the life of Cornelius. കൊർന്നല്യോസ് ഭക്തനായിരുന്നു. He was a devout man. അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. He was a praying man. അവൻ ദാനം കൊടുക്കുന്നവനായിരുന്നു. He was a man giving alms. അവർ കുടുംബമായി ദൈവത്തെ He ഭയപ്പെടുന്നവനായിരുന്നു. feared God with all his family. പക്ഷെ രക്ഷിക്കപ്പെട്ടിരുന്നില്ല. But he was not saved. അതുകൊണ്ട് ദൈവം കൊർന്നല്യോസിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, But God appeared unto Cornelius. കൊർന്നല്യോസേ, Oh Cornelius, നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടേ you and മതിയാവൂ. your family have to be saved. പത്രോസിനെ നിന്റെ വീട്ടിലേക്ക് വരച്ച് Call Peter to your house. നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടുവാനുള്ള വചനങ്ങളെ അവൻ നിന്നോട് He സംസാരിക്കും. will speak to you the words that you might be saved. കൊർന്നല്യോസ് പത്രോസിനെ വീട്ടിൽ വരുത്തി. Cornelius invited Peter to his house. കൊർന്നല്യോസ് തന്റെ ബന്ധുക്കളെ അടുത്തുള്ളവരെല്ലാം വീട്ടിൽ വിളിച്ചു He had certain വരുത്തിയിട്ടുണ്ടായിരുന്നു. relations in his house. പത്രോസ് അവിടേക്ക് കടന്നു വന്നു. Peter went there. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. He preached Jesus, മാനസാന്തരത്തിന്റെ ആവശ്യകത, about the importance of salvation, യോഹന്നാനിൽ തുടങ്ങിയ വിശ്വാസ സ്നാനം, about the baptism from John the Baptist, പരിശുദ്ധാത്മാവിനാൽ പുത്രനെ അഭിഷേകം ചെയ്തത്, how the Son was anointed with the Holy Ghost, രോഗികളെ സൗഖ്യമാക്കിയത് how the sick were എന്ന് healed. തുടങ്ങിയ ദൈവവചനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പത്രോസ് പറഞ്ഞു. All the fundamental doctrines he preached unto him. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ As they were hearing, പരിശുദ്ധാത്മാവ് അവിടെ മേൽ ഇറങ്ങി. the Holy Ghost descended upon them. അവർ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ They തുടങ്ങി. spake in new tongues. അവർ ദൈവത്തെ സ്തുതിച്ച് They മഹത്വപ്പെടുത്തുവാൻ praised തുടങ്ങി. God and glorified him. പത്രോസിനോട് കൂടെ വന്ന യഹൂദന്മാർ ചോദിക്കുന്നു, The Jews who came along with Peter, നമ്മെ പോലെ അഭിഷേകം പ്രാപിച്ച ഇവർക്ക്
സ്നാനം കൊടുക്കാതിരിക്കുവാൻ ആരെ കൊണ്ട് സാധിക്കും? And these who have received anointing like us, who shall forbid them baptism? പത്രോസ് അവരെ സ്നാനപ്പെടുത്തി. Peter baptized them. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. Make an understand fact. നല്ലവനായി ജീവിച്ചത് കൊണ്ട് സ്വർഗ്ഗത്തിൽ By leading a moral life, we cannot go to heaven. രക്ഷിക്കപ്പെട്ടേ We മതിയാവത്തുള്ളൂ. have to be repented of our sins. ആ രക്ഷിക്കപ്പെടുന്നതിനോടൊരു സന്തോഷം നമ്മുടെ There ജീവിതത്തിൽ is a rejoicing through that salvation. രക്ഷിക്കപ്പെടുക എന്നത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. This is the precept of God. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ When a man is saved, മൂന്ന് വിധത്തിലുള്ള സന്തോഷം സംഭവിക്കും. 3 kinds of rejoicing happens. ഒന്ന്, രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ട്. A rejoicing in his life. കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ When we come to that keeper of the prison, കാരാഗ്രഹ പ്രമാണി മാനസാന്തരപ്പെട്ടു. he got saved. അവന്റെ കുടുംബം മുഴുവനും രക്ഷിക്കപ്പെട്ടതിൽ സന്തോഷിച്ചു എന്ന് വായിക്കാം. And all the family members got saved and they rejoiced. അവർ വീടടക്കം ദൈവത്തിൽ ആനന്ദിച്ചു. Along with his house, they rejoiced in God. ആകെ രക്ഷിക്കപ്പെട്ട ദൈവവേദനയുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരു സന്തോഷമുണ്ട്. There is a personal rejoicing in the heart of God, man who is saved. ലൂക്കോസ് 15:10. Luke chapter 15:10. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ, When a sinner is saved, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ, when a man is saved, സ്വർഗ്ഗത്തിൽ ദൂതന്മാരുടെ മധ്യേ വലിയ സന്തോഷമുണ്ട്. in the presence of God, the angels of God also rejoice. അത് മാത്രമല്ല, Not only this, ലൂക്കോസ് 15:4 മുതൽ 6 വരെ in Luke chapter 15 verses 4 to 6, അവിടെ യേശു ഒരു ഇടയനെ കുറിച്ച് പറയുന്നു. Jesus is telling about one shepherd, കാണാതെ പോയ ആടിനെ തിരിച്ചു കിട്ടുമ്പോൾ a sheep who has been lost. When it is found, അവൻ സന്തോഷത്തോടെ അതിനെ മടക്കിക്കൊണ്ടുവരുന്നു. and rejoicing he will bring that sheep to his ആകെ പാപി മാനസാന്തരപ്പെടുമ്പോൾ, Therefore, in a similar way, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ when a man is saved, അവന്റെ ഹൃദയത്തിൽ രക്ഷയുടെ സന്തോഷം there അനുഭവിക്കുന്നു. is joy of salvation in his heart. സ്വർഗ്ഗത്തിൽ ദൂതന്മാർ The സന്തോഷിക്കുന്നു. angels in heaven rejoice. നമ്മുടെ ഇടയിലായി യേശു സന്തോഷിക്കുന്നു. The Jesus in our midst rejoice. ആകയാൽ ഇന്ന് രാത്രി ഈ സന്തോഷം പ്രാപിച്ചു കൊള്ളണം. Therefore, receive this rejoicing this night. ദാവീദ് പറയുന്നു, David says, ഞാനോ നിന്റെ രക്ഷയിൽ സന്തോഷിക്കും. I rejoice in your salvation. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, Oh, dear people listening to me, രക്ഷിക്കപ്പെട്ട ദൈവവേദന്റെ ജീവിതത്തിലാണെങ്കിലും ശരി, if a man who is saved, കഷ്ടങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നേക്കാം, difficulties and oppositions might come, പരിശോധനകൾ കടന്നു വന്നേക്കാം, trials might come, രക്ഷയുടെ സന്തോഷം അവന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, but the joy of salvation, if it is in his heart, എപ്പോഴും അവൻ ആനന്ദിക്കുവാൻ സാധിക്കും. always he will rejoice. യഥാർത്ഥമായ സന്തോഷം എവിടെ കണ്ടെത്താം? There is true happiness, രക്ഷയിൽ സന്തോഷിക്കുവാൻ സാധിക്കും. rejoicing in the salvation of the Lord. വീണ്ടും തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ, Coming back to the scriptures, ലൂക്കോസിന്റെ സുവിശേഷം 10-20 വാക്യത്തിൽ Luke chapter 10 verse 20, യഥാർത്ഥമായ സന്തോഷത്തിന്റെ മറ്റൊരു രഹസ്യം പറയും. another aspect of true salvation. അവിടെ യേശു ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്, Jesus is saying like this, നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ സന്തോഷിച്ചു കൊള്ളുവിൻ. rejoice that your name is written in heaven. സംഭവം നമുക്കറിയാം. We know the fact. യേശു ഏതാണ്ട് 70ഓളം ശിഷ്യന്മാരെ സുവിശേഷത്തിന് വേണ്ടി ഈ 2 വിധമായി പ്രാർത്ഥിച്ചയച്ചു. Jesus, you send 70 disciples 2 by 2 for gospel. അവർക്ക് അത്ഭുതങ്ങളും രോഗശാന്തികളൊക്കെ നടത്താൻ വരമൊക്കെ He കൊടുത്തയച്ചു. also gave them gifts for miracles and healing the sick. ഇവര് പകലന്തിയോളം പോയി സുവിശേഷം അറിയിച്ചു. And all throughout the day they preached the gospel. അവര് പ്രാർത്ഥിച്ചപ്പോ ചില മുടന്തന്മാരൊക്കെ നടന്നു. When they prayed, certain crippled walked. ചില ഭൂതങ്ങളൊക്കെ സൗഖ്യമായി. Certain unclean spirits left. ഇവർക്ക് സന്തോഷം അടക്കം വയ്യ. So they rejoiced exceedingly. വൈകുന്നേരം കർത്താവിന്റെ അടുക്കൽ At വന്നിരിക്കുന്നു. even time they came to Jesus. ഒന്നും ചോദിക്കാതെ കർത്താവിനോട് അങ്ങോട്ട് പറഞ്ഞു, And with Jesus, without asking, they replied unto him, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങും. O Lord, in your name even the demons are subject unto അവര് us. വിചാരിച്ചു കർത്താവ് ഇത് കേൾക്കുമ്പോഴേ They heard if Jesus hears, ഇവിടെ തോളിൽ തട്ടിക്കൊണ്ട് പറയും, he might pat his shoulders. നിങ്ങളല്ല വരപ്രാപ്തരാണല്ലോ, You are men with gifts. നിങ്ങൾ മിടുക്കന്മാരായിരിക്കുന്നു, You are heroes. വാസ്തവമായിട്ട് നിങ്ങൾ ദൈവത്തോടു കൂടെ നടക്കുന്നവരാ, Definitely you are the people walking with God. അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്. That's why these things are happening to you. ഇങ്ങനെ പറഞ്ഞത് പ്രോത്സാഹിപ്പിക്കുമെന്നാ They വിചാരിച്ചു. thought Jesus might encourage them in this പക്ഷേ manner. കർത്താവ് കേട്ടതുപോലെ നടിച്ചില്ല. Jesus did not even seem to hear it. കർത്താവ് ഇങ്ങനെ മറുപടി പറഞ്ഞു, Jesus replied in this manner, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, not that the unclean spirits are subject unto നിങ്ങളുടെ you, പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ but സന്തോഷിച്ചു. rather rejoice because your names are written in heaven. ആകയാൽ ദൈവത്തിന്റെ പൈതലേ, O child of God, ലോകത്തിൽ നിനക്ക് സന്തോഷിക്കാൻ വല്ലതിനും if there വകയുണ്ടെന്നുണ്ടെങ്കിൽ, is anything, any cause for you to rejoice in this world, രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ if സന്തോഷിച്ചോണം. you are saved, you should rejoice. പേര് സ്വർഗ്ഗത്തിലുണ്ടെങ്കിൽ സന്തോഷിക്കും. If your name is in heaven, rejoice. ഇന്ന് പേരെഴുത്തിന്റെ കാലമാണ്. Now it is a time of writing the names, പഞ്ചായത്തിൽ പേരെഴുതിക്കൊണ്ടിരിക്കുന്നു, registering the names in Panchayat. ആധാർ കാർഡിൽ In the പേരെഴുതിക്കൊണ്ടിരിക്കുന്നു, Aadhaar card also we have registered the names. ജനസംഖ്യ രജിസ്ട്രേഷൻ കാർഡിൽ In the പേരെഴുതിക്കൊണ്ടിരിക്കുന്നു. census registration also. എവിടേക്ക് തിരിഞ്ഞാലും പേരെഴുത്തിന്റെ കാലം. Wherever we are turning, it is a time of registration. ആധാർ കാർഡൊക്കെ
കിട്ടിയപ്പോൾ പലർക്കും സന്തോഷമായി. The people who have got the Aadhaar card, they are rejoicing. എനിക്കൊരു നമ്പരും കിട്ടി, പേരും കിട്ടി, ഇന്ത്യൻ പൗരനാ ഞാൻ. I have got a number, I have got a name, I'm a citizen of India. ഇനി പേടിക്കാനൊന്നുമില്ല, Now I have കാലമുണ്ട്, nothing to fear. I can travel anywhere. എന്നാൽ തിരുവെടുത്ത് പറയുന്നു, But what does the scripture say? അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. There is no much use of it. യഥാർത്ഥമായി സന്തോഷിക്കുവാൻ നിന്നെ കൊണ്ട് കഴിയണമെങ്കിൽ If you have to be true rejoicing, നിന്റെ പേർ സ്വർഗ്ഗത്തിൽ your എഴുതിയിട്ടുണ്ട്. name should be written in heaven. സ്വർഗ്ഗത്തിൽ പേരെഴുതുക എന്ന വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ When we study concerning the subject of the name written in heaven, അതിനെ രണ്ടായി തിരിച്ച് നമ്മൾ we can പഠിക്കാം. divide into two parts. ഒന്ന് ജീവപുസ്തകത്തിൽ പേരെഴുതുക, First in the book of life. രണ്ട് സ്വർഗ്ഗത്തിൽ പേരെഴുതുക. Second, in heaven your name should be written. ജീവപുസ്തകത്തിൽ പേരെഴുതുന്നതും സ്വർഗ്ഗത്തിൽ പേരെഴുതുന്നതും ഒന്നല്ല. The written name written in the book of life and name written in heaven, they are two entirely different things. അത് രണ്ട് അനുഭവങ്ങളാണ്. They are two different experiences. എന്താണ് സ്വർഗ്ഗത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത്? What do you mean by your name being written in the book of life? വെളിപ്പാട് 20:15 Revelation 20:15. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, What do we read? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളി. Everyone whose names were not found in the book of life, they were put in the lake of fire. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. And whosoever whose names were not found in the book of life, they were put in the lake of fire. തീപ്പൊയ്കയിൽ നിന്ന് രക്ഷപ്പെടണമോ ജീവപുസ്തകത്തിൽ പേരെഴുതിയ പറ്റും. If you have to escape out of the lake of fire, your name should be written in the book of life. അതിനകത്തൊരു യാഥാർത്ഥ്യം മറഞ്ഞിരിപ്പുണ്ട്. There is a fact hidden inside. ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്ന് പറഞ്ഞാൽ If your name have to be written in the book of life, തീപ്പൊയ്കയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. it is salvation out of the lake of fire. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കും, Naturally we will ask, ആരുടെ പേരാണ് ജീവപുസ്തകത്തിൽ എഴുതുന്നത്? whose name will be written in the book of life? 69 സങ്കീർത്തനം 28 വാക്യത്തിലേക്ക് വരുമ്പോൾ In Psalm 69 verse 21, അവിടെ പ്രവചന സങ്കീർത്തനത്തിൽ ഇപ്രകാരം it is പറയുന്നു, a prophetical psalm we read. നീതിമാന്മാരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ The names of the righteous, the justified are in the book of life. 69 സങ്കീർത്തനം 28 വായിച്ചാണ്. Psalm 69:28. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, അടുത്തത് നീതിമാന്മാരോട് കൂടെ അവരെ എഴുതരുത്. നീതിമാന്മാരോട് കൂടെ അവരെ എഴുതരുത് എന്ന് പറയുന്നു. It is written they might not be written with the righteous. ജീവപുസ്തകത്തിൽ പേരെഴുതുന്ന നീതിമാന്മാരുടെ പേരുകൾ എഴുതുന്നത്. The names of the righteous will be written in the book of life. ആരാണ് നീതിമാൻ എന്ന് Who പറയുന്നത്? are the righteous ones? രക്ഷിക്കപ്പെട്ടവൻ, The man who is saved, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവൻ, justified by the blood of Christ. ഏത് കാലത്തുമുള്ള നീതിമാന്മാരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിലുണ്ട്. The righteous in all the dispensations, their names are written in the book of life. ആദാമിന്റെ കാലം മുതൽ ഇന്ന് വരെയുള്ള നീതിമാന്മാരുടെ പേരുകൾ ജീവന്റെ The പുസ്തകത്തിലുണ്ട്. names from the time of Adam even until now. പക്ഷേ ഈ പുസ്തകത്തിന്റെ പ്രത്യേകതയുണ്ട്. There is a speciality of this book. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞ് സന്തോഷിച്ചിരിക്കരുത്. If your name is written in the book of life, do not rejoice. ഈ പുസ്തകത്തിൽ പേരെഴുതിയാൽ മായിച്ചും കൂടെ കളയും. Your name can also be blotted out. അത് മറന്നു കളയരുത്. You should not forget this fact. ഒരിക്കൽ പേരെഴുതിയാൽ അവിടെ കിടപ്പുണ്ടെന്ന് ചിന്തിക്കരുത്. Never think that once the name is written, it will be there. പേരെഴുതി കഴിഞ്ഞിട്ട് മനഃപൂർവ്വം പാപം ചെയ്താൽ പേര് മായിച്ചു കളയും. After your name being written, if you sin willfully, your name will be blotted out. പുറപ്പാട് 32:32 Exodus 32:32. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു. The children of Israel മോശ sinned. ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിന്ന് അവിടെ പക്ഷപാതം ചെയ്തു. Moses was interceding between the people and God. മോശ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, Moses asked the Lord, കർത്താവേ, ഒന്നുകിൽ നീയുടെ പാപം ക്ഷമിക്കണം, Lord, if thou wilt forgive their sin, അല്ലെങ്കിൽ നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായിച്ചു if കളയണം. not, blot my name out of the book. ദൈവം മോശയോട് ഇപ്രകാരം പറഞ്ഞു, The Lord said unto Moses, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേർ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. Whosoever hath sinned against me, his name shall be blotted out. ഒരിക്കൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടെങ്കിലും If once the name is written in the book of life, പേരെഴുതി കഴിഞ്ഞതിന് ശേഷം മനഃപൂർവ്വമായി പാപം ചെയ്താൽ ആ പേര് മായിച്ചു കളയും. after having written the name being written, if you willfully sin, your name will be blotted out. അങ്ങനെ ഈ വചനം കേൾക്കുമ്പോൾ ജീവിതത്തിൽ ആരാഞ്ഞു നോക്കിക്കൊള്ളണം. If you hear these words, examine your life. രക്ഷിക്കപ്പെട്ടപ്പോൾ നീതീകരിക്കപ്പെട്ടപ്പോൾ നിന്റെ പേരവിടെ എഴുതിയിട്ടുണ്ട്. When you were saved, when you were justified, your names were written. പിന്നെ തമ്പുരാനത് മായിച്ചു കളയുവാൻ ഇടയായി But തീർന്നിട്ടുണ്ട്. the Lord should not have cause to blot it out. ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറയണം, If there is any reason, tell it to the Lord. കർത്താവേ, എന്റെ പേര് വീണ്ടും എഴുതണമേ. Oh Lord, write my name once again. എന്താണ് ഈ ജീവപുസ്തകത്തിന്റെ പ്രത്യേകത? What is the speciality of this book of life? അന്തിമ ന്യായവിധി നടക്കുന്ന സന്ദർഭത്തില് In the incidents of eternal judgment, ശൂന്യതയിൽ ദൈവം തമ്പുരാൻ തന്റെ സിംഹാസനം സ്ഥാപിക്കും. he will establish his throne in eternity. വെള്ളസിംഹാസനത്തിൽ കർത്താവ് ഇരിക്കും. He will sit upon that white throne. മരിച്ചവർ അപാലവൃത്തം സിംഹാസനത്തിന്റെ മുമ്പിൽ വരും. All the dead, great and small, they will come in the presence of God. കർത്താവ് പുസ്തകങ്ങൾ തുറക്കും.
And the books will be opened. ജീവന്റെ പുസ്തകമെന്ന ഈ പുസ്തകവും തുറക്കും. And the book of life also will be opened. പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നതിനനുസരിച്ച് ന്യായവിധി നടപ്പിലാക്കും. According to things written in the book, they will be judged. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലെന്നുണ്ടെങ്കിൽ, If their names are not written in the book of life, തീപ്പൊയ്കയിലേക്ക് നമ്മളെ തള്ളിക്കളയും. they will be cast into the lake of fire. അതിൽ അന്തിമ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ട് If you have to escape out of eternal judgment, തീപ്പൊയ്കയിൽ so that അകപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ you might not be cast into the lake of fire, ജീവപുസ്തകത്തിൽ പേരെഴുതണം. the name should be written in the book of life. പക്ഷെ സ്വർഗത്തിൽ പേരെഴുതുക എന്ന് വെച്ചാൽ അതല്ല. But the name written in heaven, അത് കുറെ കൂടെ വലിയ കാര്യമാണ്. it is even a broader significance. ആരുടെ പേരാണ് സ്വർഗത്തിൽ എഴുതുന്നത്? Whose names will be written in heaven? എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ In the epistle to Hebrews, അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് എന്ന് പറയുന്നുണ്ട്. Apostle Paul is saying 12-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ. in Hebrews 12:23, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. what do we read? സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ എന്നാ The പറഞ്ഞിരിക്കുന്നത്. church of the firstborn whose names are written in heaven. വായിച്ചു നോക്കിയട്ടെ. Shall we read? പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ, The church of the firstborn whose names are written in heaven. നീതിമാന്മാരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതും. The justified ones, their names are written in heaven. സ്വർഗത്തിൽ എഴുതുന്ന പേര് നീതിമാന്മാരുടെ പേരല്ല. The names written in heaven, they are not of the justified ones. ആദിജാതന്മാരുടെ സഭയുടെ പേരുകളാകുന്നു The സ്വർഗത്തിൽ church എഴുതുന്നത്. of the firstborn, its name will be written in heaven. അതുകൊണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടെന്ന് കരുതി വലിയ സന്തോഷത്തിന് കാരണമില്ല. So there is not much cause to rejoice having the name in the book of life. യഥാർത്ഥമായി സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ True rejoicing, if you want to experience, നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കണം. our name should be written in heaven. ആദിജാതന്മാരുടെ സഭയിലേക്ക് നമ്മൾ കടന്നു We വരണം. have to come to the church of the firstborn. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുക, ആരാണ് ഈ ആദിജാതന്മാർ? Naturally, we will ask, who is this firstborn? ആദിജാതന്മാർ എന്ന് പറയുമ്പോൾ The firstborn. ആത്മാവെന്ന ആദ്യദാനത്തിൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. They have been redeemed, born once again in the first fruit called the Spirit. പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവർ അവരാകുന്നു ആദിജാതന്മാർ. Born once again by the Holy Ghost, they are the firstborn. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ അവരാകുന്നു ആദിജാതന്മാർ. Those who have received the Holy Ghost, they are the firstborn. നീ മാനസാന്തരപ്പെട്ട വ്യക്തിയായിരിക്കാം, You might be a saved person. ജലസ്നാനം You might have സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം. received the baptism. പക്ഷെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ But if you have not received the Holy Ghost, ആദിജാതനായി തീരത്തില്ല. you will not be the firstborn. ആദിജാതനായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ If you പ്രാപിക്കണം. have to be the firstborn, you have to receive the Holy Ghost. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആദിജാതന്മാരുടെ സഭയാണ് പുതിയ നിയമസഭ എന്ന് The New പറയുന്നത്. Testament church is the church of the people having received the Holy Ghost, the church of the firstborn. ഈ ആദിജാതന്മാരുടെ പേരുകളാണ് സ്വർഗത്തിൽ എഴുതിയിട്ടുള്ളത്. Their names are written in heaven. സ്വർഗത്തിൽ പേരെഴുതുക എന്ന് പറയുമ്പോൾ If your name is to be written in heaven, വെളിപ്പാട് പുസ്തകത്തിൽ മറ്റൊരു പേര് കൂടെ അതിന് പറഞ്ഞിട്ടുണ്ട്. another name in the book of Revelation, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ the പേരെഴുതുക. name in the book of the Lamb. ജീവപുസ്തകവും കുഞ്ഞാടിന്റെ ജീവപുസ്തകവും ഒന്നല്ല. The book of life and the Lamb's book of life are not the same thing. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവർ മാത്രമേ പുതിയ യെരൂശലേമിൽ കാണപ്പെടത്തുള്ളൂ. Those whose names are in the Lamb's book of life, only they will be New Jerusalem. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവർ മാത്രമേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടത്തുള്ളൂ. Only those whose names are in the Lamb's book of life will be caught up at the coming of the Lord. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കുമുള്ളവരാരും അതിൽ പ്രവേശിക്കത്തില്ല. All those whose names are not in the Lamb's book of life, the people who are immoral, who are wicked, and who are abominable, they will not enter into the kingdom of heaven. ആകയാൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന, If you want to be raptured at the coming of the Lord, പുതിയ യെരൂശലേമിൽ അവകാശം പ്രാപിക്കുവാൻ if you ആഗ്രഹിക്കുന്ന, want to receive an inheritance in New Jerusalem, നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയാൽ പോരാ. our name should not alone be written in the book of life. നമ്മുടെ പേർ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ Our എഴുതണം. name also should be written in the Lamb's book of life. അഥവാ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതി വെക്കണം. In short, our name should be written in heaven. അത് എന്തെന്ന് വെച്ചാൽ അത് ആദിജാതന്മാരുടെ പേരുകൾ. These are the names of the firstborn. ആദിജാതന്മാരുടെ പേരുകൾ സ്വർഗത്തിൽ The എഴുതിയിട്ടുണ്ട്. names of the firstborn are in heaven. എന്താണ് ആദിജാതന്റെ പ്രത്യേകത? What is the speciality of the firstborn? ലേവ്യ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു When we വരുമ്പോൾ come to the book of Leviticus, ആദിജാതനെ കുറിച്ച് തിരുവെടുത്ത് ഇങ്ങനെ പറയുന്നു. concerning the firstborn, the scriptures say, ആദിജാതൻ യഹോവയ്ക്കുള്ളവനായിരിക്കണം. the firstborn belongs to the Lord. ആദിജാതൻ യഹോവയ്ക്കുള്ളവനായിരിക്കണം. The firstborn belongs to the Lord. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15:23 1 Corinthians 15:23. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നു. Apostle Paul is saying, ആദ്യഫലം ക്രിസ്തു,
The first fruit is Christ. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. And they that are Christ at his coming. ആരാണ് ക്രിസ്തുവിനുള്ളവർ എന്ന് പറഞ്ഞിരിക്കുന്നത്? Who are the ones who are Christ? ആദിജാതന്മാർ The ക്രിസ്തുവിനുള്ളവരാകുന്നു. firstborn are for Christ. അവര് മാത്രമേ കർത്താവിന്റെ വരവിൽ Only they will be called up at the coming of the Lord. അങ്ങനെ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, Oh, people of God listening to me this night. ഈ തിരുവെഴുത്തിന്റെ ആഴത്തെ നിങ്ങൾ അറിയാത്തവരായി If ജീവിക്കരുത്. you do not know the depth of the scriptures, you should not live a life like that. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രം കാര്യമായില്ല. Having been saved, it is not sufficient. ആദിജാതന്മാരുടെ സഭയിലേക്ക് നിങ്ങൾ വരണം. You have to come to the church of the firstborn. സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ പേരുകൾ Your എഴുതണം. names have to be written in heaven. അവർ യഹോവയ്ക്കുള്ളവ They are the Lord's. അവന്റെ വരവിൽ ക്രിസ്തുവിനുള്ളവർ രൂപാന്തരപ്പെടും. And at his coming, those who are Christ will be transformed. ആകയാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളണം. Therefore, you have to receive the Holy Ghost. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ At the Pentecost, the Holy Ghost descended into the earth. ജനമെല്ലാവരും ആത്മാവിൽ The സന്തോഷിച്ചു. people rejoiced in the anointing. അവർ അന്യഭാഷകളിൽ They സംസാരിച്ചു. spoke in new tongues. യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാൾ ആചരിക്കാൻ വന്നവർ ഈ And the ശബ്ദം people who came for the festival in the temple at Jerusalem, 18 രാജ്യക്കാർ അവിടെ കൂടി. almost 18 nationalities. അവര് ഈ പെന്തക്കോസ്ത് നാളിൽ ആരാധിക്കുന്ന ശബ്ദം കേട്ടിട്ട് അവിടേക്ക് ഓടി വന്നു. And when they heard this great sound, they came to this place. ഇവർ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളിൽ They were സംസാരിച്ചു. filled in the Spirit and speaking in new tongues. ഓടി വന്നവര് ചിലർക്കൊക്കെ ഇത് മനസ്സിലായി. And those who came running, some people understood the thing. അവർ പറയുന്നവർ ആത്മാവിൽ വൻകാര്യങ്ങളാണ് ഈ പറയുന്നത്. They said in spirit they speak great things. എന്നാൽ ചില പുള്ളികൾക്ക് ഇത് എന്താ പറയുന്നത് മനസ്സിലായി. Certain others could not understand. അവര് പറഞ്ഞവർ പുതുവീഞ്ഞു കുടിച്ചു മത്തരായി. They are drunk with new wine and are in excess. ഇതെന്താണെന്ന് തിരിച്ചറിഞ്ഞവർ അവർ പത്രോസിനോട് ചോദിക്കുന്നു. Those who discern the thing, they are asking Peter, സഹോദരന്മാരെ പുരുഷന്മാരെ, Oh brethren, men, brethren, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? what shall we do? ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? What shall we do? ഇന്ന് രാത്രി ഈ ചോദ്യം നിന്റെ ഹൃദയത്തിൽ നിന്ന് വരണം. Let this question rise out of your heart this night. സഹോദരന്മാരെ പുരുഷന്മാരെ, Oh men, brethren, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? what shall we do? ഈ ചോദ്യം നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. This question, let it rise out of your heart. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. Peter stood up and preached. നിങ്ങൾ മാനസാന്തരപ്പെട്ട് You have to be saved നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി for the remission of your sins. ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. Every one of you be baptized in the name of Jesus. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് Then ലഭിക്കും. you will receive the gift of the anointing of the Holy Ghost. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ After having received the Holy Ghost, നിങ്ങൾ ദൈവത്തിനുള്ളവനായി തീരുന്നു. then you will be the Lord's. നിങ്ങൾ ആദിജാതനായി തീരുന്നു. You will be the firstborn. നിന്റെ പേർ കുഞ്ഞാടിന്റെ Your ജീവപുസ്തകത്തിൽ name എഴുതുന്നു. will be in the Lamb's book of life. ആകയാൽ നിങ്ങൾ സന്തോഷിക്കുവീൻ. Oh, then rejoice. നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിട്ടുണ്ട്. Your നിങ്ങൾ name is written സന്തോഷിക്കുവിൻ. in heaven, therefore rejoice. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ How സാധിക്കും? many of you can say this night എന്റെ time? പേർ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിലുണ്ട്. My name is in the Lamb's book എന്റെ of പേർ life. സ്വർഗ്ഗത്തിൽ എഴുതിയിട്ടുണ്ട്. My name is written in heaven. ധൈര്യമുള്ള ദൈവമക്കൾ കരങ്ങളെത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട് ആകയാൽ ഇന്ന് രാത്രികാലം Therefore this night time, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരായി those who have not received the Holy Ghost, ആരെങ്കിലും ദൈവത്തിന്റെ ആലോചന കേൾക്കണമെങ്കിൽ if you are any one of you hearing the counsel of God, ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ ബുദ്ധി ഉപദേശിക്കും. we invite you and give you good doctrine. രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരിക. Come to the joy of salvation. വിശ്വസിച്ച് ജലസ്നാനം സ്വീകരിക്കുക. Baptize and receive the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ ആദിജാതന്മാരുടെ And സഭയായി by the anointing of the Holy Ghost, come to the church of the firstborn. സ്വർഗ്ഗത്തിൽ നിന്റെ പേര് എഴുതപ്പെടുക. Let your name be written in heaven. അപ്പോൾ യഥാർത്ഥമായി നിനക്ക് Then you സന്തോഷിക്കാം. will have true rejoicing. വീണ്ടും തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ Coming back to the scriptures, യഥാർത്ഥമായ സന്തോഷത്തിന്റെ മറ്റൊരു രഹസ്യം നമുക്ക് another കണ്ടെത്താം. secret of the true rejoicing. 16 സങ്കീർത്തനം 11 വാക്യത്തിലേക്ക് In വരുമ്പോൾ Psalm 16 verse 11, അവിടെ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു. what does the psalmist say? ദൈവത്തിന്റെ സന്നിധിയിലാണ് In സന്തോഷത്തിന്റെ his തികവ്. presence there is fullness of joy. 16 സങ്കീർത്തനം 11 Psalm 16 verse 11. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. അടുത്തത്, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ In പരിപൂർണത. your presence is fullness of joy. സന്തോഷത്തിന്റെ പരിപൂർണത എവിടെ കണ്ടെത്താം? There is fullness of joy. Where can we find? ലോകത്തിൽ ഒരിടത്തും അത് കണ്ടെത്താൻ പറ്റില്ല. Nowhere in this world can we find. സന്തോഷത്തിന്റെ പരിപൂർണത ദൈവസന്നിധിയിലാണ് കിട്ടുന്നത്. The fullness of joy, we can find it only in the presence of God. 68 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ In Psalm 68, അതിന്റെ 3 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. in the 3rd verse, നീതിമാന്മാർ സന്തോഷിച്ച് ദൈവത്തിൽ ഉല്ലസിക്കും. the righteous
will be glad and rejoice in their God. ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ എല്ലാവർക്കും സന്തോഷിക്കാൻ സാധിക്കും. Those coming in the presence of God, everyone cannot rejoice. ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ If you come in the presence of God, നീതിമാന്മാർ ദൈവത്തിൽ സന്തോഷിക്കും. the righteous will rejoice in His presence. കഴിഞ്ഞ രാത്രി മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വിശ്രമിക്കുമ്പോൾ Last night after the meeting I was resting. രാത്രിയിൽ കുറച്ചു നേരം പുസ്തകം ഞാൻ വായിച്ചു. After for some time I read a book. അതിലൊരു ഭാഗം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. Some portion it struck me. ആ എഴുത്തുകാരൻ ഇപ്രകാരമാണ് The പറഞ്ഞിരിക്കുന്നത്. writer says like this. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം വന്നിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? How can we know that God has come in the presence? ദൈവസന്നിധിയിൽ ദൈവം വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നടക്കും. Two things will take place. ഒന്ന്, അതിലുള്ള ആത്മീകരായിട്ടുള്ളവർ ദൈവത്തിൽ സന്തോഷിക്കും. The spiritual ones will rejoice. എന്നാൽ അതിൽ ആത്മീകരല്ല ധനാത്മീകരുണ്ടെങ്കിൽ The unspiritual ones, ദൈവാത്മാവ് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ when the Spirit of God comes in the presence, അവരവിടെ നിന്ന് അസ്വസ്ഥപ്പെടും. then they will find restlessness. അവർക്ക് ആ ദൈവത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. They cannot experience the presence. അവരിടത്തോട്ടും വലത്തോട്ടും നോക്കും. They will look here and there. അവർ പുറത്തോട്ടൊക്കെ നോക്കും. They will look around. അവർ കുറച്ച് മേലോട്ട് നോക്കും. They will look above. താമസം അവർ ഇറങ്ങിപ്പോകും. Then they will quit the presence of God. അവർ ഇറങ്ങിപ്പോകുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, When they quit the presence of God, ദൈവ സാന്നിധ്യം ഇവിടെ കടന്നു it വന്നിട്ടുണ്ട്. means the presence of God has come here. ദൈവ സാന്നിധ്യത്തിൽ ദുഷ്ടൻ ഇരിക്കാൻ The കഴിയത്തില്ല. wicked cannot remain in the presence of God. എന്നാലോ നീതിമാനോ ദൈവസന്നിധിയിൽ But the സന്തോഷിക്കും. righteous shall rejoice in the presence of God. ദൈവസന്നിധി എന്ന് പറയുന്നത് The presence of God. ഭാരങ്ങളും ദുഃഖങ്ങളും മറന്ന് When സന്തോഷിക്കുവാനുള്ള we have സ്ഥലമാണ്. sorrows and tribulations, we can rejoice. ദാവീദിന്റെ ജീവിതത്തിലേക്ക് വന്നാട്ടെ. When we come to the life of David, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ just as I had reminded you, അവര് പാപത്തിൽ അകപ്പെട്ടു, he was in sin, സമാധാനം നഷ്ടപ്പെട്ടു. lost his peace. അവൻ ഒന്നാമത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, First he prayed to God, നിന്റെ രക്ഷയുടെ സന്തോഷം തിരികെ തരണം. "Oh, restore unto me the joy of your salvation." രണ്ടാമത് ദൈവത്തോട് കരയുന്ന മറ്റൊരു Second, he is കാര്യമുണ്ട്. crying to the Lord, കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ. "Oh, cast me not away from your presence. നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ. Cast me not away from your presence." ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നത് മരണമാണ്. If you run away from the presence of God, death. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, Oh, beloved children of God, സന്തോഷത്തിന്റെ തികവ് ദൈവത്തിൽ അനുഭവിക്കാം. the fullness of joy in the presence of God. എന്താണ് ദൈവത്തിന്റെ സന്നിധി എന്ന് What is the പറയുമ്പോൾ? presence of God? ദൈവം എവിടെയുണ്ടോ അതാണ് ദൈവസന്നിധി എന്ന് Where പറയുന്നത്. God is, there is the presence of God. ഏതെങ്കിലും ഒരു ദൈവസന്നിധി ഉണ്ടായിരുന്നു. In Eden, there was the presence of God. ആദമും ഹവ്വയും എന്നും ദൈവസന്നിധിയിലേക്ക് വരും. Adam and Eve, they used to come to the presence of God. ദൈവം ആ ദൈവസന്നിധിയിലേക്ക് ഇറങ്ങി വരും. God used to descend in His presence. പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് Several used to think. ഏദൻ തോട്ടത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർ വന്ന് കാണുമെന്ന. They thought that in some quarter of the Garden of Eden they might come. ഏദൻ തോട്ടത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല അവർ കൂടി കാണും. Not in some nook or corner of Eden. ഏദൻ തോട്ടത്തിലൊരു ദൈവസന്നിധി ഉണ്ട്. In the midst of the garden, the presence of ആ God. ദൈവസന്നിധിയിൽ ആദമും ഹവ്വയും ദൈവവുമായിട്ട് In സന്ധിക്കുന്നു. that presence of God, Adam and Eve consulted with അത് God. പതുപോലെ ദൈവം ദൈവസന്നിധിയിൽ ഇറങ്ങി വന്നു. Daily God came in His presence. പാപം ചെയ്ത ആദമും ഹവ്വയും ദൈവസന്നിധി വിട്ട് ഓടിപ്പോയി. Adam and Eve committed sin and they fled the presence of God. ആകയാൽ എവിടെ ദൈവമുണ്ടോ അവിടെ ദൈവസന്നിധിയാണ്. Where there is the presence of God, there is the presence of God. ദൈവ സമാഗമന കൂടാരം നിർമ്മിക്കുവാൻ കൽപ്പന കൊടുക്കുമ്പോൾ When God gave the commandment for the construction of the tabernacle, മോശയോട് ഇപ്രകാരം പറഞ്ഞു, God told Moses, ഞാൻ അവിടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു ആലയം "So ഉണ്ടാക്കും. that I might dwell in the midst of them, let them make me a tabernacle." ദൈവം ഇറങ്ങി വന്ന സമാഗമന കൂടാരം ദൈവത്തിന്റെ സന്നിധിയാണ്. God descended in the tabernacle, it is the presence of God. പുതിയ നിയമസഭ ദൈവത്തിന്റെ സന്നിധിയാണ്. The New Testament church, the presence of God. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, Our Lord Jesus Christ said, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയോ 2 or 3 people who are gathered in my name, ഞാൻ അവിടെ നടുവിലുണ്ട്. I am in the midst of them. ആകയാൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിലാകുന്നു. Therefore you and I, we are in the presence of God. ഇവിടെയാണ് സന്തോഷത്തിന്റെ പരിപൂർണ്ണത This is അനുഭവിക്കാൻ the സാധിക്കും. fullness of joy we can ഈ receive. ദൈവസന്നിധിയിൽ എന്തൊക്കെയുണ്ട്? What are the things in the presence of God? ഒന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ ജീവനുള്ള കല്ലുണ്ട്. First, the living stone in the presence of God. യേശു ക്രിസ്തു ദൈവസന്നിധിയിൽ ജീവനുള്ള കല്ല. Jesus Christ is the living stone. 1 പത്രോസ് 2:4 വരുമ്പോൾ 1 Peter 2:4, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കാം, what do we read? മനുഷ്യർ തള്ളിയതെങ്കിലും Even though the people have rejected, ദൈവത്തിന്റെ സന്നിധിയിൽ in the presence of God, ശ്രേഷ്ഠവും മാന്യവുമായ an honorable and a precious, ജീവനുള്ള കല്ല യേശു. a living stone, this is our Lord. യേശു ക്രിസ്തു ദൈവസന്നിധിയിൽ ജീവനുള്ള കല്ല. He is a living stone in the presence of God. ആകെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തുണ്ട്? What is there in the presence of God? ദൈവസന്നിധിയിൽ ജീവനുള്ള കല്ലുണ്ട്. There is the living stone in the presence of God. ആകെ ഈ ജീവനുള്ള കല്ലുണ്ടായതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം? So what is our benefit by this living stone being
in the presence of God. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച കല്ലുകൾ We who were dead in transgressions and transgressions, ഈ ജീവനുള്ള കല്ലിന്റെ അടുത്തേക്ക് when ചെല്ലുമ്പോൾ we come to the living stone, ആ ജീവൻ നമ്മിലേക്ക് the വരുവാനിടയായി life enters us. നാമും ജീവനുള്ള കല്ലുകളായി We തീരുവാൻ also will be transformed as living stones. ആകെ ദൈവം നമുക്ക് എന്ത് ലഭിക്കുന്നു? So what can we receive in the presence of God? ക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് ലഭിക്കും. The life of Christ we receive. ദൈവത്തിൽ കടന്നു വരുന്ന ദൈവത്തിന്റെ പൈതലേ, Oh, child of God coming in the presence of God, ക്രിസ്തുവിന്റെ ജീവൻ നീ അനുഭവിച്ച് മടങ്ങി പോകണം. you have to experience the life of God and return from this place. നീ മരിച്ചവനായി മടങ്ങി പോകരുത്. You should not return as a dead man. ജീവനുള്ള കല്ല യേശു ദൈവസന്നിധിയിലുണ്ട്. The living stone, the Jesus is there in the presence of God. അവനോട് അടുത്തു വരുന്നവരിലേക്ക് ആ ജീവൻ പ്രവഹിക്കും. Those who come near him, the life will enter into that man. അവന് ജീവനുള്ള കല്ലുകളായി He മാറ്റപ്പെടും. also will be transformed as living stone. ഇവിടെ ഇരിക്കുന്ന ജീവനുള്ള കല്ലുകൾ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞട്ടെ. ആകയാൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, Oh dear beloved children of God, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിൽ ജീവനുള്ളവനായി നിൽക്കുന്നു. our Lord Jesus as a living stone, he is in the presence of God. അവനിൽ നമുക്ക് ജീവൻ പ്രാപിക്കുവാൻ So സാധിക്കും. from him we can receive that life. രണ്ടാമത് Secondly, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ coming to the gospel according to St. Luke, ഒന്നാം അധ്യായം 19 വാക്യത്തിൽ നമ്മൾ in വായിക്കുന്നു, chapter 1 verse 19, what do we read? ദൈവത്തിന്റെ സന്നിധിയിൽ ദൂതന്മാരുണ്ട്. In the presence of God, angels are there. ഗബ്രിയേൽ ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്, Gabriel is saying like ഞാൻ this, ദൈവസന്നിധിയിൽ നിൽക്കുന്ന I am ദൂതനാകുന്നു. standing in the presence of God. വെളിപ്പാട് പുസ്തകം 8:2 വാക്യം, Revelation 8:2, യോഹന്നാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ as St. John was viewing, ദൈവസന്നിധിയിൽ നിൽക്കുന്ന 7 ദൂതന്മാരെ കാണും. 7 angels in the presence of God. ആകെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൂതന്മാർ കടന്നു വന്നിട്ടുണ്ട്. Therefore angels are coming in the presence of God. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ഇപ്രകാരം That പറഞ്ഞിരിക്കുന്നു, is why St. Paul is saying in the epistle to Corinthians, സ്ത്രീകൾ അതുകൊണ്ട് തലയിൽ തല മൂടിയിരിക്കണം. therefore women should cover their heads. എന്തുകൊണ്ട്? കാരണം Because ദൂതന്മാർ നിമിത്തം അവർക്ക് അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കും. of the presence of their angels, they are subject to higher powers. ദൈവത്തിന്റെ സന്നിധിയിൽ ദൂതന്മാർ കടന്നു In the വന്നിരിക്കുന്നുണ്ട്. presence of God, angels are there. അവരെ ആദരിക്കുവാൻ വേണ്ടി To honor those angels, സ്ത്രീകൾ തലയിൽ മൂടുപടപ്പെടണം. the women should cover their heads. ആകയാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൂതന്മാർ കടന്നു വന്നിട്ടുണ്ട്. Therefore in the presence of God, the angels are gathered. ആകയാൽ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. Our Lord is in our midst. ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ നടുവിലുണ്ട്. His holy angels are in our അത് midst. മാത്രമല്ല, Not only this, 2 കൊരിന്ത്യർ 10:4 വരുമ്പോൾ 2 Corinthians 10:4, അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ ചില ആയുധങ്ങളുണ്ടെന്ന് പറയും. certain weapons, instruments in the presence of God. അവിടെ വിശുദ്ധ പൗലോസ് പറയുകയാണ്, St. Paul is saying, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീഹങ്ങളല്ല, the weapons of our warfare are not carnal. അത് ദൈവത്തിന്റെ സന്നിധിയിൽ They are in the presence of God. കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുള്ളതാകുന്നു. Mighty through God to the pulling down of strongholds. പിശാചിന്റെ കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുള്ള ആയുധങ്ങൾ ദൈവസന്നിധിയിലുണ്ട്. Pull down the strongholds of the devil. ആ പിശാച് ദൈവസഭയ്ക്കെതിരായി കോട്ടകളുമായിട്ട് വരും. The devil is building strongholds against the presence of God. ദൈവസഭയുടെ മാസ്റ്റർ പ്ലാൻ പത്രോസിന് കൊടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, When God handed over the blueprint of the church, Peter replied, നീ പത്രോസ് ആകുന്നു, you are Peter. ഞാൻ ഈ പാറമേൽ എന്റെ സഭയെ പണിയും. In this rock I build my church. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. Gates of hell shall not prevail against it. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. The gates of hell shall not prevail against എന്താണ് it. പാതാള ഗോപുരങ്ങൾ എന്ന് What do you പറയുന്നത്? mean by the gates of hell? പാതാളത്തിന്റെ കൂടിയാലോചന സമിതി. The council place of hell. ഗോപുരങ്ങളിലാണ് കൂടിയാലോചന സമിതി. They take counsel in the towers. പിശാച് ഇങ്ങനെ ഗോപുരങ്ങൾ വന്നിട്ട് കൂടിയാലോചന നടത്തും. The devil makes his consultations in the towers. ദൈവസഭയെ അങ്ങനെ തകർക്കാം. How he can destroy the church of God. ദൈവസഭയ്ക്കകത്ത് എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. How he can create problems in the church of God. കർത്താവിന്റെ വരവിൽ പോകാതെ അവരെ എങ്ങനെ തടഞ്ഞു നിർത്താം. How they can be inhibited from going in the presence of God. പാതാള ഗോപുരങ്ങൾ കൂടിയാലോചന നടക്കുകയാണ്. The gates of hell, the council is taking place. പക്ഷേ ദൈവത്തിന്റെ സഭയെ ജയിക്കുവാൻ But സാധിക്കത്തില്ല. they cannot prevail the church of God. കാരണം നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീഹങ്ങളല്ല. Because the weapons of our warfare are not carnal. പിശാചിന്റെ സകല കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുണ്ട്. They are mighty through God for the pulling down of strongholds. എന്താണ് നമ്മുടെ ആയുധങ്ങൾ എന്ന് What പറയുന്നത്? are our weapons? പ്രാർത്ഥന നമ്മുടെ ആയുധങ്ങളാണ്. Prayer is our weapon. ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ, If you pray in the presence of God, പിശാചിന്റെ അടുത്തോട്ട് വരത്തില്ല. the devil will not approach you. പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു ദൈവത്തിന്റെ അടുക്കൽ പിശാച് വരത്തില്ല. If you rejoice in the presence of God, the devil will not approach you. അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു ദൈവത്തിന്റെ അടുത്തോട്ട് സാത്താൻ If you വരത്തില്ല. speak in tongues, the devil will not approach you. കൃപാവരം ജ്വലിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ അടുത്തോട്ട് പിശാച് If വരത്തില്ല. you manifest your graces, the devil will not approach you. ആകയാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആയുധങ്ങളുണ്ട്. Therefore, there are weapons in the presence of God പിശാചിന്റെ കോട്ടകളെ ഇടിക്കുവാനുള്ള ആയുധങ്ങളുണ്ട്. for the pulling down
down of അത് strongholds. മാത്രമല്ല ഇവിടെ സന്തോഷത്തിന്റെ There പരിപൂർണതയുണ്ട്. is a fullness of joy. ഇവിടെ ആരാധനയുണ്ട്, There is worship. ഇവിടെ പ്രബോധനമുണ്ട്, There is exhortation. ഇവിടെ ഉപദേശമുണ്ട്, There is doctrine. ഇവിടെ അന്യഭാഷയുണ്ട്, There is other tongues. ഇവിടെ കൃപാവരങ്ങളുണ്ട്, There is the graces of ഇവിടെ God. രോഗശാന്തിയുണ്ട്, Divine ഇവിടെ healing. വിടുതലുണ്ട്, Deliverance. സന്തോഷത്തിന്റെ പരിപൂർണത ഇവിടെ അനുഭവിക്കാം. And joy in the fullness of joy. പാതാള ഗോപുരങ്ങൾക്ക് ഇതിനെ തകർക്കുവാൻ The സാധിക്കും. gates of hell cannot prevail against it. സന്തോഷിക്കുവാൻ മാത്രമല്ല, Not only to rejoice, കരയുവാനുമുള്ള സ്ഥലമാണ്. also a place to weep. മനസ്സ് തുറന്നൊന്ന് കരയണമെങ്കിൽ You can open your heart and weep. ഹന്നയുടെ ജീവിതത്തിലേക്ക് നോക്കാം. When we come to the life of Hannah, അവൾ ദൈവസന്നിധിയിൽ പോയിരുന്ന് കരഞ്ഞു. she wept in the presence of God. ഹന്ന കരയുകയാ. She wept. അവൾ പുറമേ കരയുന്നെങ്കിലും Not only she outwardly, ദൈവസ്ഥലവിടെ ഹൃദയം സന്തോഷിക്കുക. in the presence of God, her heart is rejoicing. 1 ശമൂവേൽ 2:1. 1 Samuel 2:1. ഹന്ന ഇപ്രകാരം പറയുന്നു, Hannah is saying, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, my heart rejoiceth in the Lord. എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. Mine horn is exalted. യഥാർത്ഥത്തിൽ ഹന്ന കരയുകയാണ്. Exactly, Hannah is crying. കരയുമ്പോൾ ഹന്ന പറയുന്നത്, But even if she is crying, she is saying, എന്റെ ഹൃദയം യഹോവയിൽ my ആനന്ദിക്കുന്നു. heart is rejoicing in the Lord. എത്രയോ മനുഷ്യരെ കണ്ടിട്ടുണ്ട്, So many people we have seen, മനസ്സ് തുറന്നു കരയുവാൻ ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല. they have a desire to open their heart and weep, but they cannot. എവിടെയെങ്കിലും കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. If you cry here and there, no use. മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞത് കൊണ്ട് ഒരു If you പ്രയോജനം. cry in the presence of man, no use. നിനക്ക് ഹൃദയം തുറന്ന് കരയുവാൻ If ആഗ്രഹിക്കുന്നെങ്കിൽ you want to open your heart and cry, ദൈവസന്നിധിയിലേക്ക് വരണം. come to the presence of നിന്റെ God. ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. Cast your burden upon the Lord. അവർ നിന്നെ പുലർത്തിക്കൊള്ളും. He will sustain നിന്റെ you. ഭാരം കൊണ്ട് ദൈവത്തിൽ ഒഴിച്ചു വെക്കുക. You pour out your burden. ദൈവത്തിൽ വന്ന് കരയുക. Come and cry in the presence of God. നിന്റെ ഹൃദയം യഹോവയിൽ സന്തോഷിക്കുക. Let your heart rejoice in the Lord. നീ ദൈവത്തിൽ ആത്മാവിൽ സന്തോഷിക്കുക. Rejoice in the Spirit. പരിശുദ്ധാത്മാവിൽ നിറയുക. Being in the anointing. അന്യഭാഷകളിൽ സംസാരിക്കുക. Speak in new tongues. കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുക. Exhibit your graces. ദൈവത്തിന്റെ ആലോചന കേൾക്കുക. Receive the counsel of God. ദൈവത്തിൽ പ്രാർത്ഥിക്കുക. Pray in the presence of സാത്താൻ God. നിന്നെ വിട്ടോടിപ്പോകും. Devil will flee from you. ഇതാണ് സന്തോഷത്തിന്റെ പരിപൂർണ്ണത. This is the fullness of joy. ഇന്ന് മനുഷ്യൻ ഇത് തിരിച്ചറിയുന്നില്ല. Now man cannot discern it. അവരിത് മനസ്സിലാക്കാതെ അവിടെ ഇവിടെ നടക്കുക. To make it understand, he's roaming here and there. ദൈവമക്കളെ യാഥാർത്ഥ്യം തിരിച്ചറിയും. Oh, children of God, understand a fact. യഥാർത്ഥ സന്തോഷം ദൈവസന്നിധിയിൽ. True rejoicing in the presence of God. രക്ഷിക്കപ്പെടുമ്പോൾ യഥാർത്ഥ സന്തോഷം. When you are saved, the true rejoicing. ആദിജാതന്മാരുടെ സഭയിൽ സ്വർഗ്ഗത്തിൽ പേരെഴുതുമ്പോൾ യഥാർത്ഥ സന്തോഷം. The church of the firstborn with your names are written in heaven, there is rejoicing. ഇനിയും ദൈവമക്കൾക്ക് സന്തോഷം തരുന്ന മറ്റൊരു വിഷയമുണ്ട്. Another aspect which will give joy to the people of God. 1 പത്രോസ് 4:13. 1 Peter 4:13. അവിടെ വിശുദ്ധ പത്രോസ് ഇപ്രകാരം പറയുന്നു, What does St. Peter say? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിക്കും. Inasmuch as we are partaker of Christ's sufferings, rejoice. നമുക്ക് സന്തോഷിക്കുവാൻ ഒരു അവസരമുണ്ട്. We have a place, occasion to rejoice. യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുമ്പോൾ സന്തോഷിക്കും. As we are partakers of the sufferings of Christ. വിശുദ്ധ പൗലോസ് പറയുന്നു, St. Paul says, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, not only to believe the name, അവന് വേണ്ടി കഷ്ടം സഹിക്കുവാനും നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു. also to suffer for his name we have received the gift. ആകെ കഷ്ടതയെ ഒരു വരമായിട്ട് എടുക്കണം. Therefore suffering is a gift. എങ്ങനെയാണ് നമ്മൾ കഷ്ടം സഹിക്കേണ്ടത്? How shall we suffer? ദുഷ്പ്രവർത്തിക്കാരനായിട്ടല്ല കഷ്ടം Not സഹിക്കേണ്ടത്. as a troublemaker. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ട But വന്നാലോ as a Christian, നീ സന്തോഷിക്കുവീ. oh നീ rejoice. പെന്തക്കോസ്തുകാരനെന്ന പേരിൽ കഷ്ടം സഹിക്കേണ്ട വന്നാൽ If സന്തോഷിക്കുവീ. you suffer by the name of a Pentecostal, then rejoice. ആകയാൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും As you സന്തോഷിച്ചു. are partaker of Christ's sufferings, rejoice. അപ്പോസ്തലൻ വിശുദ്ധ പത്രോസും യോഹന്നാനും St. Peter and St. John, ആദിമ നൂറ്റാണ്ടിൽ അത്ഭുതങ്ങൾ നടത്തി. in the first century they did some miracles. അനേക രോഗികളെ സൗഖ്യമാക്കി. So many people were healed. ഭൂതങ്ങളെ പുറത്താക്കി. The demons were cast out. കുഷ്ഠരോഗികൾ സൗഖ്യം The പ്രാപിച്ചു. lepers were cleansed. അത്ഭുതങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്. So many miracles were taking place. യഹൂദന്മാർ ജനത്തെ ഇളക്കി. The Jews stirred up the people. അവരെ പിടിച്ച് ന്യായാധിപ സംഘത്തിന്റെ They were brought before the Sanhedrin. യോഹന്നാനെ പത്രോസിനെ അവർ തല്ലി. They bet John and Peter. യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുതെന്ന് വിലക്കി. They forbade him from speaking in the name of Jesus. ന്യായാധിപ സംഘത്തിൽ നിറക്കി വിട്ടു. They were extempered from the council. ന്യായാധിപ സംഘത്തിന്റെ ശാസന കേട്ടിട്ട് And having heard the rebuke of the council, യഹൂദന്മാരുടെ നിയമപ്രകാരം തല്ലും കൊണ്ടിട്ട് and having accepted the beatings according to the law of the Jews, പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പത്രോസ് ഇപ്രകാരം and പറയുന്നു, having come out, St.
Peter is saying, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി, so that we could have a reproach for the name of Christ. അതിലവർ സന്തോഷിച്ചു പുറത്തു വന്നു. Therefore they rejoice in it. എന്താണ് പത്രോസിന്റെ സന്തോഷമെന്നറിയാം? What is the suffering, the rejoicing of Peter? യേശുവിന്റെ നാമം നിമിത്തം അപമാനം സഹിക്കുവാൻ ഭാഗ്യം For കിട്ടി. the name of Jesus I have been reproached. അതാണ് ഞങ്ങളുടെ സന്തോഷമെന്ന് പറയുന്നത്. This is our rejoicing. അത് ഓർക്കുമ്പോൾ സന്തോഷിച്ചുകൊള്ളുവീൻ. When you think these things, rejoice. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, Apostle Paul is saying, യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിച്ചറിയാം. so that I am a partaker of the sufferings of Christ. അതെന്റെ ജീവിതത്തിന്റെ ആഗ്രഹമാണ്. This is the desire of my life, കർത്താവിന്റെ കഷ്ടങ്ങൾ അനുഭവിച്ചറിയുവാനാണ് to know the sufferings of Christ. പത്രോസിന്റെ ജീവിതത്തിലേക്ക് When we വരുമ്പോൾ come to the life of Peter, അതവൻ അനുഭവിച്ചവനാണ്. he is the one who experienced it. ആദിമ നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ സഭ കഷ്ടങ്ങളിലൂടെ കടന്നു. In the first century, the church of God went through much persecution. അപ്പോസ്തലിക പിതാക്കന്മാരെല്ലാം കൊല്ലപ്പെട്ടു. Our holy apostle fathers were killed. രക്തസാക്ഷികളുടെ പുസ്തകം പഠിക്കുമ്പോൾ When we study the book of Martyrs, അപ്പോസ്തലൻ പത്രോസിന്റെ രക്തസാക്ഷ്യത്തെ കുറിച്ച് പറയുന്നു. the martyrdom of Saint Peter, പത്രോസ് രക്തസാക്ഷികൾ ഇങ്ങനെ അനേകർ പെരുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് as the martyrs were multiplying, പത്രോസിന്റെ ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, the disciples of Peter said to him, അവിടുന്ന് ജീവരക്ഷയ്ക്ക് വേണ്ടി ഇവിടെ ഓടിപ്പോ. run to escape for your life. ശിഷ്യന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി യെരുശലേം വിടാൻ തീരുമാനിച്ചു. Because of the condition by the disciples, he thought to leave the city. ഒരു ദിവസം അതിരാവിലെ സമയത്ത് Once early in the morning, യെരുശലേം നഗരവാതിൽ വിട്ട് പുറത്തേക്ക് വന്നു. he left the gates of the city. യെരുശലേം നഗരവാതിൽ പുറത്തേക്ക് വന്നപ്പോൾ Out of the city of Jerusalem, ഇതാ നസറേന യേശു ആത്മാവിൽ തന്റെ മുമ്പിൽ Jesus പ്രത്യക്ഷപ്പെട്ടു. the Nazarene was in the spirit in his presence, പത്രോസിനോട് ഇങ്ങനെ ചോദിച്ചു, asking Peter, നീ എവിടെ പോകുന്നുവെന്നുള്ള അർത്ഥത്തിൽ കോവാടീസ് എന്ന് ചോദിച്ചു. Quo vadis, whither goest thou? പത്രോസ് പറഞ്ഞു, ഞാൻ ജീവരക്ഷയ്ക്ക് വേണ്ടി Peter said, ഓടി. I am fleeing for my life. പീഡനങ്ങൾ സഹിക്കാൻ പറ്റും. I cannot bear the suffering. പത്രോസ് കർത്താവിനോട് ചോദിച്ചു, അവിടുന്ന് എവിടെ പോയി? Peter asked Jesus, where goest thou? യേശു പറഞ്ഞു, ഞാൻ വീണ്ടും യെരുശലേമിലേക്ക് പോകും. I am going once again to Jerusalem. അവിടുന്ന് എന്തിനാണ് യെരുശലേമിലേക്ക് Why പോകുന്നത്? are you going to Jerusalem? ഞാൻ ഒരിക്കൽ കൂടെ ക്രൂശിക്കപ്പെടുവാൻ പോകുന്നു. Once again to be crucified. കേട്ടപ്പോൾ പത്രോസ് തകർന്നു പോയി. Peter was broken in heart. അവിടുന്ന് യേശുവിന്റെ കാൽക്കൽ വീണ് കെട്ടിപ്പിടിച്ചു. He wept in the presence of Jesus. കർത്താവേ, നീ ഒരിക്കൽ കൂടെ ക്രൂശിക്കപ്പെടും. Oh Lord, do not be crucified once again. അവിടുന്ന് വീണ്ടും യെരുശലേമിലേക്ക് പോകണ്ട. Do not go to Jerusalem once again. ഞാൻ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാം I എന്ന് will പറഞ്ഞു. return to Jerusalem. അവൻ യെരുശലേമിലേക്ക് He മടങ്ങിപ്പോയി. returned to Jerusalem. അവനെ യഹൂദന്മാർ പിടിച്ചു കെട്ടി. The Jews bound him. അവനെ ക്രൂശിച്ചു കൊല്ലുവാൻ കൊണ്ടുവന്നു. They went him to be crucified. ക്രൂശോട് ചേർത്ത് വെച്ച് അവനെ കെട്ടുമ്പോൾ As he was tied to the cross, പത്രോസ് അവസാനമായിട്ട് ഇങ്ങനെ പറഞ്ഞു, Peter was asking, അരുമരക്ഷകനെ യേശു കൊല്ലപ്പെട്ടതുപോലെ ക്രൂശിക്കപ്പെടുവാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് സന്തോഷമുണ്ട്. I am happy that I am worthy to be crucified as my Lord. പക്ഷേ അവനെ പോലെ കൊല്ലപ്പെടുവാനുള്ള യോഗ്യത എനിക്ക്. But I am not worthy to be killed as he was killed. അതുകൊണ്ട് എന്നെ തലകീഴായി ക്രൂശിക്കണം. So let me be crucified head upside down. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു വന്ന രക്തസാക്ഷികളുടെ So in the book of Martyrs it is written, he was crucified head upside down. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, Oh dear people of God listening to me, ആദിമ നൂറ്റാണ്ടിൽ എത്രയോ ഭക്തന്മാർ വിശ്വാസ മാർഗത്തിന് വേണ്ടി ജീവനെ കൊടുത്തു. in the first century so many devout people, they gave their life for the life of faith. ആകയാൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ പങ്കുള്ളവരാകും തോറും സന്തോഷിക്കുവാൻ As you are partakers of the sufferings of Christ, rejoice. റോമിലെ കാരാഗൃഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന പൗലോസ് In the prison of Rome, Paul was having suffering. ബന്ധിക്കപ്പെട്ടവനായി കിടന്നുകൊണ്ട് പറയുകയാണ് He ചെയ്യുന്നത്, was in bounds and he was saying, കർത്താവിലെപ്പോഴും സന്തോഷിക്കുവിൻ. rejoice in the Lord always. സന്തോഷിക്കുമെന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് And പറയുന്നു. again I say unto you, rejoice. ആകയാൽ ദൈവത്തിന്റെ പൈതലേ, O child of God, ദൈവം നമുക്ക് ജീവിതത്തിൽ സുഖങ്ങൾ തരാം, he is giving pleasures in our life, സമൃദ്ധി തരാം, he is giving prosperity, സമ്പത്ത് തരാം, giving wealth. ഇതിലൊക്കെ നമ്മൾ സന്തോഷിക്കുന്നവരാണ്. But if we rejoice in these, പക്ഷെ കഷ്ടങ്ങളിൽ സന്തോഷിക്കുവാൻ എത്ര പേർക്ക് സാധിക്കും? how many of you are able to rejoice in the sufferings? ജോർജ് മതേസൺ എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ സ്കോട്ട്ലൻഡിൽ ഉണ്ടായിരുന്നു. There was an evangelist in Scotland by name George Matheson. താൻ ജന്മന അന്ധനായിരുന്നു. He was born blind. താൻ ഒരിക്കൽ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, He prayed to the Lord, കർത്താവേ, നീ എനിക്ക് അനേക റോസാ പുഷ്പങ്ങൾ Oh തന്നു, Lord, you have given me many roses. ഞാൻ അതിനെല്ലാം നിനക്ക് സ്തോത്രം ചെയ്തിട്ട്, I praise you for every one of them. പക്ഷെ ആ റോസാ പുഷ്പങ്ങളിൽ ചില മുള്ളുകൾ But ഉണ്ടായിരുന്നു. there are some thorns in those ആ flowers. മുള്ളുകൾക്ക് നന്ദി അർപ്പിക്കുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. But I cannot praise you for those thorns. കർത്താവേ, നീ എനിക്ക് റോസാ പുഷ്പങ്ങളെക്കാളും Lord, beyond those flowers, അതിലുള്ള മുള്ളുകളാകുന്നു
those thorns എനിക്ക് അവിടുത്തെ അറിയുവാൻ എന്നെ സഹായിച്ചു. can help me to know you. എന്റെ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ പഠിപ്പിച്ചത്. So the love of Christ has taught me. അതുകൊണ്ട് ആ റോസാ പുഷ്പങ്ങളെക്കാൾ So before that roses, ആ മുള്ളുകൾക്ക് നന്ദി പറയുവാൻ എന്നെ I പഠിപ്പിക്കണം. praise you. Help me to praise you for those thorns. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് അത് സാധിക്കും? How many people of God are able? ജീവിതത്തിൽ നന്മകൾക്ക് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടായിരിക്കും. You might be praising God for your blessings. അവൻ തരുന്ന മുള്ളുകൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ എത്ര പേർക്ക് How സാധിക്കും? many of are able to praise God for the thorns? പലരും പറഞ്ഞ് എന്നെ കൊണ്ട് സഹിക്കുവാൻ കഴിയുന്നില്ല. Several people say I cannot bear. നിന്നെ നന്നായിട്ട് അറിയുന്ന നമ്മുടെ കർത്താവ് തന്നെ. The one who knows us very well is our Lord. നിനക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള കഷ്ടത കർത്താവ് He തരത്തില്ല. will not allow you to suffer more than you are able to bear. ഒരിക്കലും ഒരു സഹോദരി കഷ്ടതയുടെ നടുവിൽ കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നു. Once one sister in the midst of her sufferings approached the Lord. അവൾ കർത്താവിന്റെ അടുക്കൽ ഒരു ക്രൂശൻ ചുമന്നുകൊണ്ടാണ് ചെല്ലുന്നത്. Having taken her cross, she is coming to the Lord. കർത്താവിനോട് അവൾ ഇപ്രകാരം പറഞ്ഞു. She is asking the Lord, കർത്താവ് എനിക്ക് ക്രൂശ് ചുമക്കാൻ കഴിയുന്നു. Oh Lord, I cannot bear this cross. ഇതിന്റെ ഭാരം എനിക്ക് താങ്ങാൻ I കഴിയും. cannot bear the weight. മറ്റൊരു കുരിശ് എനിക്ക് തരണം. Give me another cross. കർത്താവ് ആ സഹോദരിയോട് സ്നേഹത്തോടെ പറഞ്ഞു. The Lord answered him in love. മകളെ ആ മുറിയിൽ ധാരാളം കുരിശുകൾ കിടപ്പുണ്ട്. Oh sister, so many daughters, so many crosses in that നീ room. അവിടെ കൊണ്ടു ചെന്നിട്ടിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് എടുത്താട്ട്. You put your cross there and take the one which you like. ഇവിടെ ആ കുരിശ് ചുമന്നുകൊണ്ട് ആ മുറിയിൽ ചെന്നു. With that cross, she went to that room. മണിക്കൂറുകൾ ചിലവിട്ട മുറിയിൽ ഓരോ കുരിശും എടുത്ത് അവൾ In പരിശോധിച്ചു. so many hours, she thoroughly examined the room. ഓരോന്നെടുത്ത് അവൾ തോളിൽ വെച്ച് നോക്കി. Everything she put it upon her shoulders. ഏതാണ്ട് സായാഹ്നമെത്തിയപ്പോൾ By even time, അവൾ ഈ ഒരു കുരിശും എടുത്ത് പുറത്തേക്ക് വന്നു. she took one cross and came out. കർത്താവിനോട് അവൾ പറഞ്ഞു, She told to the Lord, കർത്താവ് ഈ കുരിശ് മാത്രമേ എനിക്ക് ചുമക്കാൻ പറ്റത്തുള്ളൂ. only I can bear only this one. അതുകൊണ്ട് ഇത് ഞാൻ ചുമന്നോളാം. I am taking this one. കർത്താവ് ആ സഹോദരിയോട് പറഞ്ഞു, The Lord told that sister, മകളെ ആ ക്രൂശിലേക്ക് നീ നോക്കിയട്ടെ. Oh daughter, look to that cross. നീ അങ്ങോട്ട് കൊണ്ടുപോയ ക്രൂശ് തന്നെ ഇതാ. This is the same cross which you ഈ carried. ക്രൂശാണ് ഞാൻ നിനക്ക് തന്നത്. This is the cross which I gave you. എനിക്കറിയാം നിനക്ക് ഇതേ ചുമക്കുവാൻ I കഴിയും. know only you can only bear that one. ഇതിനപ്പുറത്ത് ചുമക്കുവാൻ നിനക്ക് ശക്തിയില്ലെന്ന് You എനിക്കറിയാം. cannot bear beyond that capacity. അതേ ഞാൻ നിനക്ക് തന്നിട്ടുള്ളൂ. I have only given that one to you. രാത്രി യാഥാർത്ഥ്യം മനസ്സിലാക്കി Understand the fact this night. സഹിക്കാൻ കഴിയുന്നതിനും ഇത് പരീക്ഷ തരുന്നവനല്ല He നമ്മുടെ will not ദൈവം. allow you to be tempted more than you are able to bear. നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്നതൊക്കെ നന്മയ്ക്കായിട്ട് നമ്മൾ Every ഏറ്റെടുക്കും. path he is leading us is for our good. റിച്ച്മണ്ട് യൂണിയൻ ബൈബിൾ സെമിനാരിയിലെ In Bible Seminar Richmond Union, ഒരിക്കൽ അധ്യാപകരും കുട്ടികളും നമ്മൾ ഡിബേറ്റ് നടത്തി. there was a discussion between the teacher and the students. ഒരു കുട്ടി അധ്യാപകനോട് ഇപ്രകാരം ചോദിച്ചു, When people asked the teacher, റോമാലേഖനം 8:28 വാക്യത്തിലെ Oh sir, in Romans 8:23, നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, we read it so, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് those who love the Lord നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് and called according to his purpose, സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. everything worked together for good. ഞാൻ സാറിനോടൊന്ന് ചോദിക്കട്ടെ, But I am asking you, ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, we are having accidents അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ, and iniquities, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ ഉണ്ടാകുമ്പോൾ sudden deaths. ഈ വാക്യത്തെ അതേ രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുമോ? Can we take this verse as it is? ഇതായിരുന്ന കുട്ടികളുടെ സംശയം. This was her doubt. അധ്യാപകൻ ഇപ്രകാരം മറുപടി The teacher replied, ജീവിതത്തിലെ അനുഭവങ്ങൾ അതിൽ തന്നെ നന്മയുമുണ്ട് തിന്മയുമുണ്ട്. in the experience of this life there are good and bad. നമ്മുടെ ജീവിതത്തിലെല്ലാം നന്മയ്ക്കായിട്ട് ഏറ്റെടുക്കുമ്പോഴാകുന്ന ഈ വാക്യം പൂർണ്ണമാകുന്നു. When we take it for our good, this verse is fulfilled. കുട്ടികളെ അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് താൻ മടങ്ങി. And he told it to the students and left. അന്ന് വൈകുന്നേരം കോളേജ് അടച്ചിട്ട് തന്റെ കാറിൽ താൻ ഭാര്യയുമായി വീട്ടിലേക്ക് പോയി. And having that college ended by in his car along with his wife, he was going to his house. വഴിയിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. In the way there was an accident. തന്റെ ഭാര്യ തൽക്ഷണം മരിച്ചുപോയി. On the spot his wife died. തലയ്ക്ക് ക്ഷതമേറ്റ് താൻ ഹോസ്പിറ്റലൈസ് ചെയ്തു. And because of a hemorrhage in her brain, she was hospitalized. തന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി. And her memory was lost. 2 മാസത്തോളം ബോധമില്ലാത്തവനായി താൻ ഹോസ്പിറ്റലൈസിൽ കിടന്നു. So for 2 months without memory, he was in the hospital. 2 മാസങ്ങൾക്ക് ശേഷം തന്റെ ഓർമ്മ തെളിഞ്ഞു. After 2 months, his memory regained. തനിക്കെല്ലാം ബോധമായി മനസ്സിലായി. Everything he understood. അപ്പോൾ താൻ തന്റെ സെമിനാരിയുടെ പ്രിൻസിപ്പലിനെ കാണുവാൻ Then he ആഗ്രഹിച്ചു. went and visited the principal of the seminary. പ്രിൻസിപ്പൽ തന്റെ അടുക്കൽ വന്നപ്പോൾ താൻ പറഞ്ഞു, The principal, when he approached him, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. Sir, I have to ask you. സാറിന്റെ ക്ലാസ്സിൽ ചെന്ന് കുട്ടികളോട് പറയണം, You have to tell my students. റോമാലേഖനം 8:28 വാക്യത്തിന് ഇപ്പോഴും മാറ്റമില്ല. There 8:28, no change. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, All those who love the Lord നിർണയപ്രകാരം and വിളിക്കപ്പെട്ടവർക്ക്, called according to his purpose, സകല നന്മയ്ക്കായി കൂടി. everything works together for good. കുട്ടികൾ അത് കേട്ട് കരഞ്ഞുപോയി. That his students heard and cried. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ After 1 more month, ഈ അധ്യാപകൻ ലോകം വിട്ട് കടന്നുപോയി. the teacher also passed away. തന്റെ അടക്ക ശുശ്രൂഷ നടത്തി. In his funeral service, തന്റെ കല്ലറയിൽ ഇപ്രകാരം എഴുതി വെച്ചു, and in his tomb it was
was written. റോമർ 8:28. Romans 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർ, All those who love our God നിർണയപ്രകാരം and വിളിക്കപ്പെട്ടവർ, who are called according to his purpose, സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. everything worked together for good. എല്ലാവരും മടങ്ങിപ്പോയി. Everyone returned കാലങ്ങൾ പിന്നിട്ടു. after much time. അമേരിക്കയിൽ ലോകപ്രശസ്തനായ ഒരു സുവിശേഷകൻ And a famous evangelist, അമേരിക്കയിലെ ഗ്രാമാന്തരങ്ങളിൽ സുവിശേഷം അറിയിച്ചു. he was preaching in all the villages of the United States. അനേക ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തി. He gained so many souls for Christ. ഒരിക്കൽ ന്യൂയോർക്കിലെ പബ്ലിക് സ്റ്റേഡിയത്തിൽ വെച്ച് In one public stadium in New York City, താൻ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. he was conducting a meeting. അവിടെ വെച്ച് തന്റെ അനുഭവ സാക്ഷ്യം താൻ പറഞ്ഞു. He was sharing his testimony. ഞാൻ ഒരു കാലത്തൊരു ഭയങ്കരമായ പാപിയായിരുന്നു. I was a horrible sinner. ഞാൻ മദ്യത്തിന് അടിമപ്പെട്ട് I ജീവിച്ചു. was addicted to liquor. ഞാൻ നിരാശപ്പെട്ട് ജീവിച്ചു. I was in discouragement. ഒടുവിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. I decided to commit suicide. അങ്ങനെ ഞാൻ മദ്യത്തിന് അടിമപ്പെട്ട് And having addicted to liquor ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് ഞാൻ കടന്നു വരുമ്പോൾ and having decided to end up my life, ഒരു ശ്മശാനത്തിലൂടെ ഞാൻ കടന്നു. I was passing through a ആ graveyard. ശ്മശാനത്തിലൂടെ ഞാൻ പോകുമ്പോൾ As I was passing through that graveyard, കല്ലറയിൽ ഒരു വചനം കൊത്തിവെച്ചേക്കുന്നത് in ഞാൻ one കണ്ടു. tomb an inscription. റോമാലേഖനം 8:28. Romans 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, And all those who love our God നിർണയപ്രകാരം and all who വിളിക്കപ്പെട്ടവർക്ക് are called according to his purpose, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. everything works together for ആ good. വാക്യം എന്നോട് സംസാരിക്കുന്നതായി The തോന്നി. verse spoke to me. ഞാൻ ആ കല്ലറയുടെ അരികിലിരുന്ന് കരഞ്ഞു. I wept in the presence of that tomb. അവിടെ വെച്ച് എന്റെ ഹൃദയം കർത്താവിന് ഞാൻ I കൊടുത്തു. gave my life to the Lord. അവിടെ ഞാൻ ഒരു തീരുമാനമെടുത്തു. I made a ഇനി decision. ഞാൻ ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി Now ജീവിക്കാം. if I will live for Christ. അങ്ങനെ അമേരിക്കയിൽ കർത്താവിന്റെ ശക്തിയേറിയ സുവിശേഷ പ്രവർത്തനത്തെ താൻ മാറി. So he became a world famous evangelist in America. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, Oh dear children of God listening to me, ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട if you are വന്നേക്കാം. passing through sufferings in this life, നന്മയ്ക്കായിട്ട് നാം you മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. must understand they are for good. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്നോ As you are partakers of the sufferings of Christ, നമ്മൾ സന്തോഷിക്കുന്നവരായി തിരുവി. we have to rejoice. ഹബക്കൂക്ക് പ്രവാചകൻ ഇപ്രകാരം The പറയും. prophet Habakkuk 3:17 വാക്യം, in chapter 3 verse 17, ഇസ്രായേലിന്റെ അവസ്ഥ കണ്ടിട്ട് താൻ വിലപിക്കുകയാണ്. and seeing the condition of Israel he is lamenting. എല്ലാം പ്രതികൂലമായിരിക്കും. Everything is in opposition. ഹബക്കൂക്ക് ദൈവത്തെ നോക്കി പാടി. Habakkuk is crying to the Lord. കർത്താവേ, അത്തിവൃക്ഷം തളിർക്കുകയില്ല. The fig tree shall not blossom. മുന്തിരിവള്ളിയിൽ അനുഭവം The ഉണ്ടാകില്ല. vine shall not give her fruit. ഒരു വർഷത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി The പോകും. labor of the olive shall fail. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. The field shall give no food. ആട്ടുംകുട്ടം തൊഴുത്തിൽ നശിച്ചു The പോകും. cattle shall left be in the fold. ഗോശാലകളിൽ കന്നാലികൾ And ഉണ്ടാകില്ല. no sheep in the cattle field. എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും. Yet will I rejoice in the Lord. എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ I ആർപ്പിടും. will rejoice in the God of my salvation. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളെത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, Therefore, dear people of God listening to me, ജീവിതത്തിന്റെ ഏതവസ്ഥയിലും whatever be the condition, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ പങ്കുള്ളവരാകുന്നോറും as we സന്തോഷിക്കുന്നു. are partakers of the sufferings of Christ, let us ഒരു rejoice. ഭക്തിയായ കവി ഇങ്ങനെ ഒരു പാട്ട് എഴുതി. The devout woman wrote a song ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് in her experience, വിശ്വാസമാർഗം സ്വീകരിച്ചതിന്റെ having പേരിൽ accepted the faith life. കുടുംബത്തിൽ തന്നെ ഇറക്കി വിട്ടു. She was forsaken by her family. കിടക്കുവാൻ വീടില്ല, No place to rest her head. കഴിക്കുവാൻ ആഹാരമില്ല, No food to eat. തിരസ്കരിക്കപ്പെട്ടവളായി തന്നെ Rejected by everyone. അനുഭവത്തോട് അവൻ ഈ പാട്ട് എഴുതി. And in her experience she wrote the song. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും, എല്ലാ പ്രതികൂലമായെന്നാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും, യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവില, ജീവൻ വച്ചിടും അന്ത്യശ്വാസം വരെയോ, എന്റെ ജീവൻ വച്ചിടും രക്ഷകന, അന്ത്യശ്വാസം വരെയോ. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നു പോകേണ്ടവൻ, As she was passing through the fiery furnace of affliction, ഞെരുക്കത്തിന്റെ അപ്പം തിന്നേണ്ടവൻ, eating the bread of sorrow കഷ്ടത്തിന്റെ വെള്ളം കുടിക്കേണ്ടവൻ, and drinking the water of affliction, എന്റെ ദേഹം ക്ഷയിച്ചു പോയാൽ even if my heart and my strength fail, ഞാൻ ക്രൂശ് നോക്കി യാത്ര തുടരും. I will proceed my journey looking to the cross. ആകയാൽ യഥാർത്ഥ സന്തോഷം എവിടെ ലഭിക്കും? This is the true rejoicing. എവിടെ യഥാർത്ഥ സന്തോഷം എവിടെ Where ലഭിക്കും? can we find it? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ പങ്കുള്ളവരാകുന്നോറും As we are partakers of the sufferings
of Christ. സമയം തീർന്നുകൊണ്ടേ അവസാനിപ്പിക്കും. Because of the lack of time. അവസാനമായിട്ട് In the finally, ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതൽ a child of God living in this world, സന്തോഷിച്ചുല്ലസിക്കുവാൻ മറ്റൊരു കാര്യം. for him to rejoice and be exceeding glad. Another reason. എന്താണ് കാരണമെന്നറിയാം? What is the reason? വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ Revelation 19. അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ In the വായിക്കുന്നു. 17th verse. നാം സന്തോഷിച്ചുല്ലസിച്ചവന് മഹത്വം കൊടുക്കുക. Rejoice and be exceeding glad. കുഞ്ഞാടിന്റെ കല്യാണം വന്നല്ലോ. The marriage of the Lamb has come. യേശു വരാറായി. Jesus is coming soon. അതോർക്കുമ്പോൾ സന്തോഷിക്കുമേ. And if you think these things, ദൈവമേ rejoice. നിന്റെ പ്രത്യാശ അതാകുന്നു. This is the hope of the child of God. അരിഷ്ടം നിറഞ്ഞ നമ്മുടെ ജീവിതം അവസാനിക്കുക. Our life full of miserableness. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വരാറായി. Our Redeemer is coming soon. ആകയാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരുക്കിക്കൊള്ളു. Shall we prepare our lives? കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ കണ്ടു. The signs of his appearing are coming. രാജ്യം രാജ്യത്തോട് എതിർക്കണം. Nation fighting against nation. ജാതി ജാതിയോട് എതിർത്തുകൊണ്ടിരിക്കും. Kingdom against kingdom. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേട്ടു. Wars and rumors of wars. കള്ളപ്രവാചകന്മാർ ലോകത്തിൽ വ്യാപരിച്ചു. False prophets prevailing in the world. എങ്ങോ അസമാധാനം നിലനിട്ടുകൊണ്ടിരിക്കുന്നു. And people are prevailing. അത്യതളർത്തിരിക്കുന്നു. The fig tree has blossomed. യഹൂദജാതി മടങ്ങി വന്ന് രാജ്യം The Jews have പുനഃസ്ഥാപിച്ചിരിക്കുന്നു. returned and established their nation. ആകാശത്തിന്റെ ശക്തികൾ കിഴക്ക് The powers of heaven is shaking. ഇതൊക്കെ കാണുമ്പോൾ യാഥാർത്ഥ്യം When you മനസ്സിലാക്കണം. see these things, ആത്മീയ ഗോളത്തിൽ ലക്ഷ്യങ്ങൾ കണ്ടിട്ടുണ്ട്. in the spiritual world the signs are being seen. സുവിശേഷം മുഴു ലോകത്തിലും The പ്രസംഗിക്കും. gospel is being preached to the whole world. സാർവത്രികമായി ഉണർവ് ഒരു ഭാഗത്ത് നടക്കും. A great worldwide revival in one place. മറുഭാഗത്ത് ദൈവജനത്തിന്റെ അവസ്ഥ. On the another place, ലവോദിക്ക സഭയുടെ അവസ്ഥ. just as in the church of Laodicea, ശീതവാനമല്ല ഉഷ്ണവാനമല്ല. neither cold nor warm, ശീതോഷ്ണവാനായി ജീവിക്കുക. a state of lukewarmness. 10 കന്യകമാരെ കുറിച്ച് യേശു പറയുന്നു. Concerning the 10 അവർ virgins, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയി. they are left in the coming of the Lord. എന്തുകൊണ്ട് അവർ കൈവിടപ്പെട്ടു പോയി? What is the reason? അവരുടെ വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്നു. Because no oil in their lamp. പക്ഷെ വിളക്ക് അവർ തെളിച്ചില്ല. But they did not trim their lamps. മണവാളൻ വരുവാൻ താമസിക്കുന്നുവെന്ന് As കണ്ടപ്പോൾ the bridegroom tarried, അവർ ഉറക്കം പിടിച്ചു. so they slept. പലരുടെയും ജീവിതത്തിൽ അതാണ് So സംഭവിക്കുന്നത്. this is happening in many of our lives. കർത്താവിന്റെ വരവ് താമസിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ അവർ As ഉറങ്ങിക്കൊണ്ടിരിക്കും. Christ is delaying his coming, the spiritual slumber. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണ്. You might have received the anointing, പക്ഷെ ആത്മാവിൽ സന്തോഷിക്കാൻ അവർക്ക് but you സാധിക്കില്ല. cannot rejoice in the spirit. അത് മാത്രമല്ല, Not only this, ദൈവസഭയിൽ അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുന്നു. the wickedness is bounding. ദൈവസ്നേഹ ജനത്തിന്റെ ഇടയിൽ Love of many are waxing cold. ഒരു കാലത്ത് വിശ്വാസത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും. Once we could have much sacrifice for faith. ദൈവസ്നേഹത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും. For the love of God we could have any sacrifice. ദൈവസ്നേഹമൊക്കെ വിട്ടുപോയി. But now the love of God has gone away. എന്റെ ചെറിയ കാലത്ത് കൊട്ടാരക്കര സെന്ററിലെ In my younger days in Kottarakara, അമ്പലപ്പുറത്തൊരു കൊച്ചൊരു പാവപ്പെട്ട വിശ്വാസി സാക്ഷി പറഞ്ഞു. a poor believer in Ambalakara testified. തന്റെ മരണസമയത്താണ് തന്നെ കുറിച്ച് സാക്ഷി പറഞ്ഞത്. During his time of death I testified. തന്റെ വീട് കെട്ടിമേയേണ്ട അവസ്ഥയായി. So his shed had to be thatched. ചോർന്നൊലിക്കുകയാകുന്നു. It was, the roof was leaking. സഭാഗത്തിന് സാക്ഷ്യം പറഞ്ഞു. In the assembly during Sunday he testified. നാളെ രാവിലെ 8 മണിക്ക് എന്റെ വീട് മേയുക. Tomorrow morning 8 o'clock my house has to be thatched. എല്ലാവരും പ്രാർത്ഥിക്കണം. Everyone has to pray. അടുത്ത ദിവസമായി Next day വീട്ടുകാരൻ വീട്ടിൽ കിടന്നുറങ്ങുന്നതേ ഉള്ളൂ. the man was sleeping in the house. അപ്പോൾ വീടിന്റെ മേളിൽ അനക്കം കേൾക്കുന്നു. A sound on the rooftop. തന്നോടി പുറത്തേക്ക് ഇറങ്ങി. He went outside. വിശ്വാസികൾ വന്ന പോലെ ഇറക്കുകയാണ്. Someone on the knocking. അവർ മേലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. the grass to thatch. മണിക്കൂറൊക്കെയുള്ള നിയമമൊക്കെ ചേർന്ന് വീട് പുരമേത് കെട്ടി. And they tied up the roof. അവർ ഒരുമിച്ച് സന്തോഷിച്ചു മടങ്ങി. And they rejoiced. ആദിമകാലങ്ങളിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. This is the time in the earlier days. ഇന്ന് ദൈവസ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു. Now the love has gone away. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും. When the Son of Man shall he find faith? വിശ്വാസത്തിന് മൂല്യച്യുതി സംഭവിക്കും. What will happen to the values of faith? ലക്ഷ്യങ്ങൾ കണ്ടു തുടങ്ങി. The signs are being seen. തിരുസഭയെ അതിന്റെ തലകൾ ഉയർത്തി. Oh church, lift up your head. അരുമരക്ഷകൻ വരാറായി. Our beloved is coming. അവന്റെ കാഹള ശബ്ദം മുഴങ്ങും. His trumpet is going to sound. അവന്റെ രക്തം കൊണ്ട് വിലക്കെടുത്ത സഭയെ അവൻ ചേർത്ത് Church which he has purchased by his own blood, he will take it. ആ ദിവസം നിനക്കൊരു കണി പോലെ വന്ന് That day may not be a snare for you. നമ്മുടെ വീണ്ടെടുപ്പിന്റെ ദിവസങ്ങൾ അടുത്തു The day of our redemption is drawing near. ആകയാൽ നീ സന്തോഷിച്ചുല്ലസിച്ച് മഹത്വം കൊടുക്കുക. Therefore rejoice and be exceeding glad. ഇന്ന് രാത്രി എത്ര മക്കൾക്ക് സന്തോഷം. How many of you have this rejoicing? എന്റെ യേശു വരാറായി. My Jesus is coming soon. എന്റെ യേശു വരാറായി. My Jesus is coming very soon. സന്തോഷമുള്ള ദൈവമക്കൾ ആത്മാവിൽ സന്തോഷിച്ചു. Shall we rejoice in the Spirit? പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചു. Or rejoice in the Holy Ghost? അന്യഭാഷകളിൽ നിങ്ങൾ സംസാരിച്ചു. Speak in new tongues and rejoice. സ്വർഗ്ഗം സന്തോഷിക്കുന്ന Let രാത്രി. heaven rejoice. ഇന്ന് രാത്രി അനേകരുടെ പേരുകൾ എഴുതുവാ. So this night several of your names will be പുസ്തകങ്ങൾ written. തുറക്കപ്പെടുന്ന The രാത്രി. books of heaven, let it be നമ്മുടെ opened. ജീവിതത്തെ നമുക്ക് Oh, സമർപ്പിക്കാം. let us dedicate our lives. രക്ഷയുടെ സന്തോഷം നമുക്ക് Let the joy of അനുഭവിക്കാം. salvation let us experience. കർത്താവിന്റെ കഷ്ടങ്ങളിൽ നമുക്ക് Let us സന്തോഷിക്കാം. be partaker of the sufferings
comings of Christ. നമ്മുടെ യേശു വരാറായി. Our Jesus, our bridegroom is coming. Let us rejoice. സന്തോഷമുള്ള ദൈവമക്കളെ നമുക്ക് ചേർന്ന് പാടി Shall we sing this song? ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. തേജസ്സിലമ്പരെ മേഘാരുടന ആത്മമടാളം വേഗം വരും. തേജസ്സിലമ്പരെ മേഘാരുടന ആത്മമടാളം വേഗം വരും. ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. ആർത്തുഘോഷിക്കാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. തേജസ്സിലമ്പരെ മേഘാരുടന ആത്മമടാളം വേഗം വരും. തേജസ്സിലമ്പരെ മേഘാരുടനായി ആത്മമടാളം വേഗം വരും. ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. തേജസ്സിലമ്പരെ മേഘാരുടന ആത്മമടാളം വേഗം വരും. തേജസ്സിലമ്പരെ മേഘാരുടന ആത്മമടാളം വേഗം വരും. ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. 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 ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ രാത്രി എത്ര ദൈവമക്കൾക്ക് വാസ്തവമായി ദൈവത്തെ സന്തോഷിക്കുവാൻ? How many of you children of God can truly rejoice in the presence of God this night? ഈ വചനങ്ങൾ എത്ര പേരുടെ ഹൃദയത്തെ സന്തോഷിക്കും? How many of you are rejoicing by the words? വിശുദ്ധ പൗലോസ് പറയുന്നു, Apostle Saint Paul, കർത്താവിനെ എപ്പോഴും സന്തോഷിപ്പിൻ. rejoice in the Lord always. സന്തോഷിപ്പിന് ഞാൻ പിന്നെയും നിങ്ങളോട് Again പറയുന്നു, I say unto you, rejoice. ജീവിതത്തിൽ സുഖകരമായ അവസ്ഥയിൽ മാത്രമല്ല, In the pleasures of the world, all not alone. കഷ്ടതയുടെ നടുവിലും നമുക്ക് Even in the സന്തോഷിക്കാം. midst of suffering, in പ്രതികൂലങ്ങളുടെ നടുവിലും നമുക്ക് the midst of സന്തോഷിക്കാം. oppositions. എത്ര ദൈവമക്കൾ അതിന് സന്നദ്ധരായിരിക്കും? How many of you are ready to do so? ഒരുക്കമുള്ള ദൈവമക്കൾ ദൈവത്തിൽ Those who സന്തോഷിച്ചാൽ, are prepared, rejoice. യേശു വരുന്നുവെന്ന് ഓർത്ത് സന്തോഷിച്ചാൽ, Rejoice that he is coming very soon. നമ്മൾ പാടിയ കോറസ് ഒരിക്കൽ കൂടെ പാടി And നമുക്ക് once again സന്തോഷിക്കാം. sing that chorus. നമുക്ക് നൃത്തത്തിൽ ദൈവത്തിൽ Shall we സന്തോഷിക്കാം. dance and rejoice in the Lord? ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. തേജസ്സിലമ്പരെ മേഘാരുടന ആത്മമടാളം വേഗം വരും. തേജസ്സിലമ്പരെ മേഘാരുടന ആത്മമടാളം വേഗം വരും. ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. 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 പ്രിയ ദൈവജനമേ, ഈ രാത്രിയിലും സ്വർഗീയമായ ആലോചനകൾ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യവചനങ്ങൾ വ്യക്തമായി നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്.
കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നമ്മുടെ സന്തോഷം കർത്താവിലായിത്തീരട്ടെ. ലോകപ്രകാരമുള്ള സന്തോഷം താൽക്കാലികമാണ്. ഈ ലോകത്തിലെ സന്തോഷങ്ങളെല്ലാം മായയാണ്. അതൊന്നും നിലനിൽക്കുന്ന സന്തോഷമല്ല. ദൈവത്തിലുള്ള സന്തോഷം. ഒന്നാമതായി തന്നെ കർത്താവ് നമ്മെ രക്ഷിച്ചതോർത്ത് രക്ഷയിൽ നാം സന്തോഷിക്കുന്നവരായിരിക്കണം. എത്രയോ ആയിരങ്ങൾ ഇന്നും ഈ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ കഴിയാതെ ലോകത്തിൽ ദുഃഖിതരായി കണ്ണുനീരിലും നിരാശയിലും കഴിയുമ്പോൾ കർത്താവ് നമ്മെ തേടി വന്ന് രക്ഷിച്ചു. അവൻ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. അവൻ നമ്മെ തന്റെ രക്തത്താൽ ശുദ്ധീകരിച്ചു. ആ സ്വർഗീയ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ പകർന്നു. അവൻ നമ്മെ രക്ഷിച്ചു. അവൻ നമ്മെ എന്നേക്കുമായി അവന്റെ കൃപയിലേക്ക്, ആ നിത്യ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നു. ഓർക്കുമ്പോൾ എത്രമാത്രം നാം സന്തോഷിക്കണം. ഇന്നും രക്ഷിക്കുന്ന വീരനായി നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഈ വചനം കേട്ട ആരെങ്കിലും ഈ രക്ഷ അനുഭവിപ്പാനുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രിയ സഹോദര സഹോദരി, നിന്റെ രക്ഷാ ദിവസമാണ്. ഈ രാത്രി നിന്റെ രക്ഷാ ദിവസമാണ്. കർത്താവ് നിന്നെ വിടുവിക്കുന്ന ദിവസമാണ്. നിന്റെ ശാപത്തെ, നിന്റെ പാപത്തെ, നിന്റെ സകലവിധമായ അരിഷ്ടാവസ്ഥയെ മാറ്റി ദൈവകൃപയിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ കർത്താവ് നിന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഉള്ളത്തോട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രക്ഷ സൗജന്യമാണ്. ആ രക്ഷ കരസ്ഥമാക്കിക്കൊള്ളുക. രക്ഷിക്കപ്പെട്ട ദൈവജനം ആ രക്ഷയിൽ അധികം സന്തോഷിപ്പാനിടയാകണം. കർത്താവിന്റെ പാവങ്ങളെല്ലാം ക്ഷമിച്ചു. അവൻ എന്നെ തന്റെ മകനായി മകളാക്കി തീർത്തു. ഈ നിത്യസമാധാനം, സന്തോഷം എൻ്റെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു. വലിയ സന്തോഷം. അതേ ദൈവകൽപ്പനകൾ അനുസരിച്ച് മുഴുകൽ സ്നാനമെടുത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിപ്പാനിടയായപ്പോൾ സ്വർഗത്തിലെ സന്തോഷം ആ പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. മാത്രമല്ല, ദൈവസന്നിധിയിലെ സന്തോഷം അത് പരിപൂർണമായ സന്തോഷമാണ്. മറ്റ് സന്തോഷങ്ങളെല്ലാം അത് അപൂർണമാണ്. ദൈവസന്നിധിയിലെ സന്തോഷമാണ് പൂർണ്ണമായ സന്തോഷം. ഹല്ലേലൂയ. ഈ രാത്രിയിലും ആ ദൈവസന്നിധിയിലെ സന്തോഷം, ദൈവവുമായിട്ടുള്ള സാമീപ്യം, ദൈവവുമായിട്ടുള്ള അടുപ്പത്തില് ആ സന്തോഷം അനുഭവിപ്പാൻ അനേകർക്കിടയായി. കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നവരാണ് ദൈവജനം. അവരുടെ കഷ്ടങ്ങളെല്ലാം അവർ മറക്കും. ദൈവസന്തോഷം ഹൃദയത്തിൽ നിറഞ്ഞു കവിയുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാനിടയാകും. അതേ കഷ്ടങ്ങൾ സഹിക്കുന്നവർ അത് ലഘുവായ കഷ്ടമെന്നുള്ള ആ നിലയിൽ എടുക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിലെ സകല കഷ്ടങ്ങളെയും അത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്നാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കഷ്ടങ്ങൾ എത്രമാത്രം അത് സാരമില്ല പ്രിയപ്പെട്ടവരെ. ശരീരത്തിലെയോ ജീവിതത്തിലെയോ മനസ്സിലെയോ മറ്റ് വിവിധങ്ങളായ നിലയിലുള്ളതായ ശത്രുക്കൾ, പീഡനങ്ങൾ നിമിത്തമുള്ളതായ കഷ്ടങ്ങളൊന്നും സാരമില്ല. കഷ്ടം സഹിച്ച യേശു നമുക്ക് മുമ്പിലുണ്ട്. അവൻ കഷ്ടങ്ങൾ സഹിപ്പാനുള്ളതായ കൃപയും നമുക്ക് നൽകി തന്ന് സഹിപ്പാൻ കഴിയാത്തതിനു മീതെ പരീക്ഷകൾ വരാതെ അവൻ തന്റെ കരത്താൽ നമ്മെ താങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നവരാണ് പ്രത്യാശയുള്ള യഥാർത്ഥ സന്തോഷമുള്ള ദൈവജനം. കഷ്ടങ്ങളിൽ തളർന്നു പോകുന്നവർ ദൈവത്തിലുള്ള സന്തോഷം അനുഭവിപ്പാൻ കഴിയാത്തവരാണ്. രക്ഷയിൽ സന്തോഷിക്കുവാൻ കഴിയാത്തവരാണ്. കർത്താവ് നമ്മിൽ പകർന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അതിനെ ജയിക്കുവാൻ കഴിയുന്നില്ല. ആകയാൽ ഇതൊക്കെയും ജയിച്ച് നാനാവിധ കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ നാം കടക്കേണ്ടതാണ്. അതിനാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഈ മൺശരീരത്തില്, ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നത്. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു. നമ്മുടെ കഷ്ടങ്ങളെല്ലാം തീരാറായി. കണ്ണുനീരെല്ലാം അവൻ തുടയ്ക്കും. ഇനി കഷ്ടതയില്ല, ഇനി വേദനയില്ല, ഇനി നെടുവീർപ്പില്ല. സകലത്തെയും അവൻ
നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നമ്മുടെ കണ്ണുനീർ തുടച്ച് കണ്ണുനീരില്ലാത്ത, മുറവിളിയില്ലാത്ത, ദുഃഖമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, മരണമില്ലാത്ത ആ നിത്യ വീട്ടിൽ കർത്താവിനോടുകൂടെ നാം നിത്യം സന്തോഷിക്കും. അവൻ്റെ മുഖം നാം കാണും. ആ നിത്യ സന്തോഷം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഓരോ നാളും അതേ പുതുക്കിക്കൊണ്ട് നമ്മുടെ യാത്ര തുടരാം. യേശു വേഗം വരും. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അല്പസമയം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുത്ത് കടന്നു പോകുവാനിടയാകട്ടെ. എല്ലാവരും തങ്ങളെ സമർപ്പിച്ചാട്ടെ. ഈ സന്തോഷത്തിന്റെ വചനങ്ങൾ കർത്താവ് ഈ രാത്രിയിൽ നമ്മോടായി സംസാരിച്ചിരിക്കുകയാണ്. ആരും ദുഃഖിതരായി പോകരുത്, ആരും നിരാശയോടെ കടന്നു പോകരുത്, ആരും അതേ വ്യാകുലപ്പെട്ട് പ്രത്യാശയില്ലാത്തവരായി മടങ്ങി പോകരുത്. കണ്ണുകളെ മൂടിയാട്ടെ. എല്ലാവരും ദൈവ സന്നിധിയിൽ സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കാം. ഇവിടെ കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. കർത്താവ് കടന്നു വരുന്നിടത്ത് ദൈവജനം സന്തോഷിക്കുവാനിടയാകും. കർത്താവിൽ സന്തോഷിക്കുക. ലോകത്തിലെ സന്തോഷമല്ല, കർത്താവിലെ സന്തോഷം. അതിന് ലോകത്തിലെ സുഖസൗകര്യങ്ങളൊന്നും ഒരു വിഷയമല്ല. എത്രയോ എളിയ ജനങ്ങൾ കർത്താവിൽ സന്തോഷിക്കുന്നു. എളിയ ജനം ദൈവത്തിൽ സന്തോഷിക്കുന്നതാണ്. എത്ര സ്വത്തുണ്ടായാലും എന്തെല്ലാം സൗകര്യങ്ങളുണ്ടായാലും നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ എളിമപ്പെട്ടിരിക്കട്ടെ. ഏതുമില്ല എന്ന് പറഞ്ഞ് നമ്മെ താഴ്ത്തി കൊടുക്കാം. നിന്റെ സന്തോഷത്താൽ എന്നെ നിറയ്ക്കണമേ. ദൈവത്തിന്റെ സന്തോഷം അത് പൂർണ്ണമായ സന്തോഷമാണ്. അതെല്ലാ കുറവുകളെയും പരിഹരിക്കുന്ന പൂർണ്ണമായ സന്തോഷമാണ്. ഇവിടെ സന്തോഷിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് മറ്റൊന്നിലും സന്തോഷിക്കുവാൻ അത് ഇടയാകുന്നില്ല. അത് നിത്യമായ യഥാർത്ഥമായ സന്തോഷവുമല്ല. ഇവിടെ സന്തോഷിക്കുന്നതാണ് ശരിയായ സന്തോഷം. ആത്മാവിൽ സന്തോഷിക്കാം, ദൈവത്തിൽ ആനന്ദിക്കാം, കർത്താവിൽ പ്രത്യാശ വയ്ക്കാം. എല്ലാവരും സന്തോഷിച്ച് ബലപ്പെട്ടു പോകുവാനിടയാകണം. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാണ്. ഈ രാത്രിയിൽ ആര് കർത്താവിൽ സന്തോഷിക്കുന്നുവോ അവർ ബലപ്പെടും, അവർ ബലപ്പെടും. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ വീണ്ടും പറയുന്നു, പിന്നെയും പറയുന്നു. നമ്മുടെ ഉള്ളം കർത്താവിൽ സന്തോഷിക്കട്ടെ. എൻ്റെ കർത്താവ് എനിക്കായി ജീവിക്കുന്നു. അവൻ എന്നെ രക്ഷിച്ചു, ഇന്നയോളം സൂക്ഷിച്ചിരിക്കുന്നു. എല്ലാ കഷ്ടങ്ങളിലും അവൻ എന്നോട് കൂടെ ഇരുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നു. അവൻ എന്നോട് കൂടെ ഇരിക്കുന്നു. ദൈവസന്നിധിയിൽ ഞാൻ സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കാം. അതേ, അവൻ നമ്മുടെ രട്ടഴിച്ച് സന്തോഷം നമ്മെ ഉടുപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ മഹനീയ അനുഭവങ്ങൾ, ഈ തേജസ്സേറിയ സുവിശേഷം നമ്മുടെ എല്ലാ കണ്ണുനീരും തുടച്ചിരിക്കുകയാണ്. അവൻ നമ്മെ സന്തോഷത്താൽ നിറച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. എന്റെ സന്തോഷമേശു മാത്രമേ, എന്റെ ആനന്ദമേശുവിലത്രേ. ഇഹത്തിലും പരത്തിലും എന്റെ സന്തോഷമേശു മാത്രമേ. ഇഹത്തിലും പരത്തിലും സന്തോഷമേശു മാത്രമേ, എന്റെ സന്തോഷമേശു മാത്രമേ, എന്റെ ആനന്ദമേശുവിലത്രേ. ഇഹത്തിലും പരത്തിലും എന്റെ സന്തോഷമേശു മാത്രമേ. ഇഹത്തിലും പരത്തിലും സന്തോഷമേശു മാത്രമേ, എന്റെ സന്തോഷമേശു മാത്രമേ, എന്റെ ആനന്ദമേശുവിലത്രേ. ഇഹത്തിലും പരത്തിലും സന്തോഷമേശു മാത്രമേ. ഇഹത്തിലും പരത്തിലും എന്റെ സന്തോഷമേശു മാത്രമേ. ഇഹത്തിലും പരത്തിലും എന്റെ സന്തോഷമേശു മാത്രമേ. സന്തോഷമേശു മാത്രമേ. ഇഹത്തിലും പരത്തിലും സന്തോഷമേശു ആമേൻ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൽ ഞാൻ എപ്പോഴും സന്തോഷിക്കും. അതെ, ഞാൻ അവന്റെ മുഖത്തെ കാണും. എൻ്റെ ഈ മൺശരീരം മാറ്റപ്പെടും, ഈ താഴ്ചയുള്ള ശരീരം മാറും. ഞാൻ കർത്താവിനോട് അനുരൂപപ്പെടും. ഞാൻ തേജസ്സിൽ കർത്താവിനെ കാണും. അതാണ് സന്തോഷം. മറ്റ് സന്തോഷങ്ങളെല്ലാം താൽക്കാലികമാണ്. നമ്മുടെ യേശു വരാൻ പോകുന്നു, സന്തോഷിക്കാം. അവൻ നമ്മെ തന്നോട് അനുരൂപരാക്കാൻ പോകുന്നു, സന്തോഷിക്കാം, ആനന്ദിക്കാം, പ്രത്യാശിക്കാം, ഉല്ലസിക്കാം. ദൈവസന്നിധിയിൽ ആനന്ദിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. Glory, Hallelujah, 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 Amen, Amen, Hallelujah, 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 Amen, Hallelujah. എനിക്കാനന്ദമെന്താനന്ദമുണ്ട്, മഹാസന്തോഷം ഉല്ലാസമുണ്ട്. വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലഭൻ, എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നു. അവൻ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലഭൻ, എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നു. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്. എന്റെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണവല്ലഭൻ, എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നു. എന്റെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണവല്ലഭൻ, എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നു. എന്റെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണവല്ലഭൻ, എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നു. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണവല്ലഭൻ, കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നു. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണവല്ലഭൻ, എന്റെ 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 കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നു. എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നു. Hallelujah, 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 Hallelujah. പ്രിയ സഹോദര സഹോദരി, ഈ സന്തോഷത്താലാണ് ആ നിത്യാവകാശം നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ നിധിയുള്ള ഒരു വയൽ കണ്ടെത്തി തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധിയുള്ള വയൽ വാങ്ങി. അതിന് ഏക കാരണം അവിടെ പറയുന്നത് സന്തോഷത്താൽ, തൻ്റെ സന്തോഷത്താൽ ചെന്ന് ആ നിധിയുള്ള വയൽ കരസ്ഥമാക്കുവാനിടയായി. ആ നിധിയുള്ള വയൽ പുതിയ യെരൂശലേമാണ്, സിയോനാണ്. ആത്മാവിൽ ആ വയലൊന്ന് കാണുക, അപ്പോൾ ദുഃഖങ്ങളെല്ലാം മറക്കും. ഓ, ആത്മാവിൽ ആ പുതിയ യെരൂശലേമിന്റെ ആ സന്തോഷം ഒന്ന് ഓർക്കുക. ആത്മാവിൽ ആ സിയോനെ ഒന്ന് കാണുക. ഈ ലോകത്തിലെ എല്ലാ കഷ്ടങ്ങളും മറക്കുവാനിടയാകും. അവരിപ്പോൾ തന്നെ സന്തോഷിക്കുവാനിടയാകും. അവരിപ്പോൾ ദൈവത്തിൽ ആനന്ദിക്കുവാനിടയാകും. ഹല്ലേലൂയ, Hallelujah, ഹല്ലേലൂയ, Hallelujah, 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 Amen. ഹല്ലേലൂയ. സന്തോഷമുണ്ട്, എന്റെ പ്രാണവല്ലഭൻ, എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നു. ഗ്ലോറി, ഗ്ലോറി. എന്റെ പ്രാണവല്ലഭൻ, എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നു. എനിക്കാനന്ദമെന്നാനന്ദമുണ്ട്, സന്തോഷമെന്നുല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണവല്ലഭൻ, എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നു. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ
മഹാസന്തോഷം ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവോ എന്റെ കൂട്ടായിട്ടം കൂടെയുണ്ടെന്നോ. എന്നെ വീണ്ടെടുത്തവോ എന്റെ പ്രാണവല്ലഭൻ എന്റെ കൂട്ടായിട്ടം കൂടെയുണ്ടെന്നോ. ആനന്ദമെന്നാനന്ദമുണ്ട്, മഹാസന്തോഷമെന്നുല്ലാസമുണ്ട്. ആനന്ദമെന്നാനന്ദമുണ്ട്, മഹാസന്തോഷമെന്നുല്ലാസമുണ്ട്. ആനന്ദമെന്നാനന്ദമുണ്ട്, മഹാസന്തോഷമെന്നുല്ലാസമുണ്ട്. എനിക്ക് 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 ആനന്ദമെന്നാനന്ദമുണ്ട്, മഹാസന്തോഷമെന്നുല്ലാസമുണ്ട്. അതേ, നാം സന്തോഷിക്കാതിരിപ്പാൻ ശത്രുവായ പിശാച് മുഴുബലത്തോടെ നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കും. കാരണം നാം ദൈവത്തിൽ സന്തോഷിച്ചാൽ ശത്രുവിന്റെ തന്ത്രങ്ങളൊന്നും ഫലിക്കയില്ല. ആ സന്തോഷം വലിയ ബലമായി നമ്മെ മുമ്പോട്ട് ആ അവകാശം പ്രാപിപ്പാൻ യോഗ്യരാക്കി തീർക്കും. അത് ശത്രുവായ പിശാച് അറിയുന്നുണ്ട്. അതുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ നമ്മെ ദുഃഖിപ്പിക്കാമോ, നമ്മെ നിരാശപ്പെടുത്താമോ, യഥാർത്ഥ സന്തോഷം ദൈവസേനയിൽ അനുഭവിക്കാതെ അത് മടക്കി അയക്കാമോ, അതിനുവേണ്ടി ശത്രുവായ പിശാച് മുഴുശക്തിയോടെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ അവന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ ദൈവജനം കർത്താവിൽ സന്തോഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ദൈവത്തിൽ ആനന്ദിച്ചു കൊള്ളുക. കർത്താവിലെ സന്തോഷം നമ്മുടെ ബലമായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, അവൻ നമ്മെ തന്റെ കൃപയാൽ രക്ഷിച്ച് ഈ മഹാഭാഗ്യം അനുഭവിപ്പാൻ ഇടയാക്കിയിരിക്കുക. ഈ ലോകത്തിൽ നിന്ന് അവൻ നമ്മെ വേർതിരിച്ച് നിത്യരാജ്യത്തിന് നമ്മെ യോഗ്യരാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. അതിൽ സന്തോഷിക്കുക. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഒരല്പസമയത്തിനുള്ളിൽ പെട്ടെന്ന് നാം ഈ അതേ പാവം നിറഞ്ഞ ലോകത്തെ വിട്ട് കർത്താവിന്റെ അടുക്കലേക്ക് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയുള്ള ദൈവജനമൊക്കെയും ഈ വചനങ്ങളിൽ സന്തോഷിച്ചുല്ലസിച്ചു കൊള്ളാം. ആമേൻ, ഹല്ലേലൂയ. ഒരു അല്പസമയം, ചില മിനിറ്റുകൾ അതേ നിങ്ങൾ സന്തോഷിച്ച് ആത്മാവിൽ നൃത്തം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് ജയത്തോടെ പോകുവാനിടയാകട്ടെ, ജയത്തോടെ പോകുവാനിടയാകട്ടെ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആനന്ദമേ, പരമാനന്ദമേ, ജീവിതം എനിക്കാനന്ദമേ, ജീവിതം എനിക്കാനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ, ജീവിതം എനിക്കാനന്ദമേ, ജീവിതം എനിക്കാനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത് നാം ഏറ്റവും പെട്ടെന്ന് യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. നാം ഏറ്റവും പെട്ടെന്ന് യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. എല്ലാ ദുഃഖങ്ങളും തീരും, കണ്ണുനീരെല്ലാം മാറും, എല്ലാ വേദനയും മാറും. താമസമിനോ അവനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന തന്റെ മക്കൾ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. ധൈര്യമായിരിക്കാം, പ്രത്യാശയോടിരിക്കാം, ഉണർവോടിരിക്കാം. യജമാനൻ തന്റെ ആ സന്തോഷം ഒരുക്കി നമ്മെ ചേർക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതിനായി വീണ്ടും നമ്മെ സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മോട് ഇടപെട്ട് നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറ്റി ദൈവ സന്തോഷത്താൽ ഹൃദയങ്ങളെ നിറച്ചതിനായി സ്തോത്രം ചെയ്യാം. ദൈവ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ രക്ഷിച്ച് തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അതേ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇന്നും നമുക്ക് നൽകിയതായ വചനപ്രകാരം നാം ഒരുക്കപ്പെട്ട് കാത്തിരിക്കേണ്ടതിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഈ നല്ല വചനങ്ങളെ അറിയിപ്പാൻ തന്റെ ദാസന്മാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം, 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 സ്തോത്രം. നാളത്തെ വിശുദ്ധ സഭായോഗത്തെയും കർത്താവ് ഭാരം വഹിച്ച് നടത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനായി സ്തോത്രം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ സുവിശേഷ യോഗത്തിന്റെ 3-ാം ദിനത്തിലും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് തേജസ്സോടെ, മഹിമയോടെ, അധികാരത്തോടെ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് അവിടുത്തെ വൻ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരുന്നതിനാൽ സ്തോത്രം. ഈ ദിവസങ്ങളിൽ നടന്ന ഓരോ കൂടിവരവുകളിലും ആത്മാക്കളുടെ നിലവാരം അറിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിവിധ നിലകളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന അവിടുത്തെ മഹാകരുണയ്ക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഈ രാത്രിയിലും കർത്താവിന്റെ പാദപീഠത്തിൽ വന്ന് സ്വർഗീയ സന്തോഷത്തെ വിവിധ നിലകളിൽ പങ്കിടുവാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനാൽ സ്തോത്രം. ആത്മാവിൽ സന്തോഷിച്ച് ദൈവ സ്നേഹത്താൽ നിറയുവാനും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം ശ്രവിപ്പാനും കർത്താവ് ഞങ്ങൾ കൃപ തന്നല്ലോ. ഈ രാത്രിയിൽ ഞങ്ങളോടുള്ള, ഈ ദേശത്തോടുള്ള, ദൈവസഭയോടുള്ള സ്വർഗത്തിലെ ആലോചന അവിടുന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുന്ന കർത്താവേ സ്തോത്രം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാൻ കർത്താവേ മതിയായ സ്വർഗത്തിലെ ആലോചനകളാൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിൽ മുഴുകി, ഈ ലോകത്തിന്റെ ആനന്ദങ്ങളിൽ ജീവിതത്തെ ചിലവഴിച്ച് നിത്യനാശത്തിലേക്ക് അനേക ജീവിതങ്ങൾ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ സർവ്വ ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായി ലോകത്തിൽ വെളിപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ ഒരു മനുഷ്യൻ പ്രാപിക്കുന്ന സന്തോഷത്തിന്റെ വിവിധ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സവിസ്തരമായി ഞങ്ങളോട് ഇന്ന് രാത്രിയിൽ പ്രസ്താവിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി ദൈവത്തെ വാഴ്ത്തുന്ന കർത്താവേ സ്തോത്രം. രക്ഷയുടെ സന്തോഷം തുടങ്ങി കർത്താവേ സ്തോത്രം. വിശ്വാസ സ്നാനത്തിൽ കൂടെ, പരിശുദ്ധാത്മാവിൽ കൂടെ സന്തോഷത്തിന്റെ വിവിധ അനുഭവങ്ങൾ മനുഷ്യന് ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നല്ലോ കർത്താവേ സ്തോത്രം, സ്തോത്രം. ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതൊരു മനുഷ്യനെയും തീപ്പൊയ്യിലേക്ക് തള്ളിയിടുമ്പോൾ ആ അവസ്ഥയിൽ ആയിത്തീരുവാൻ ഈ ദേശത്ത് ഈ വചനം കേട്ട ഒരു വ്യക്തിക്കും ഇടയായി തീരരുത് കർത്താവേ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം കേട്ടവരാരും നിത്യശിക്ഷാവിധിക്ക് കാരണഭൂതരായി തീരാതെ നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നവരായി തീരുവാൻ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ടല്ലോ. എല്ലാവരും ഈ നാളുകളിൽ അനുഭവിപ്പാൻ തക്കണം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളുടെ നടുവിലും സന്തോഷിക്കുവാൻ ഒരു ദൈവവൈദ്യന്റെ വകയുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രബോധിപ്പിച്ചതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സന്തോഷിച്ച് ഉല്ലസിക്കുവാൻ മതിയായ കർത്താവിന്റെ വരവേറ്റം സമീപമായിരിക്കുന്നല്ലോ. അതിന്റെ ലക്ഷണങ്ങളെല്ലാം ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
ദൈവത്തിന്റെ വചനം അത് ഞങ്ങളെ വ്യക്തമായി ഉണർത്തിക്കുമ്പോൾ അതിനായി ഏവരെയും ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളോടും ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കണമേ. വചനം കേട്ടവരാരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് വീണ്ടും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്നതിനനുസരിച്ച് ജീവിതത്തെ ഒരുക്കിയെടുക്കുവാൻ ഏവർക്കും കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വചനമറിയിക്കുവാൻ നിങ്ങളുടെ ദാസന്മാരെ ശക്തീകരിച്ചതിനാൽ സ്തോത്രം. അധികം കൃപ ഇനിയും നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഭരണിക്കാവ് കറ്റാനം ദേശത്തുള്ള ജനങ്ങളെല്ലാം ഈ സത്യത്തെ പിൻപറ്റുവാൻ, നിത്യ സന്തോഷത്തെ ജീവിതത്തിൽ അനുഭവമാക്കി മാറ്റുവാൻ കാരണമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്നും ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കണമേ. സ്തോത്രം, സ്തോത്രം. നാളെ നടക്കുന്ന വിശുദ്ധ സംയുക്ത സഭായോഗത്തെയും കർത്താവ് ദിവ്യാനുഗ്രഹങ്ങളാൽ നിറച്ച് ആശീർവദിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറച്ച് എല്ലാവരെയും ആശീർവദിച്ച് തിരിഹിതം പോലെ നടത്തി ദിവ്യമഹത്വത്തിനായിട്ട് ഒരുക്കണമേ. തിരുനാമത്തെ മാത്രം മഹത്വപ്പെടുത്തിയാട്ട് താഴ്ത്തി തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഞങ്ങൾ വീണ്ടും നിന്നെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം. സ്വർഗത്തിലെ സന്തോഷം ഈ ഭൂമിയിൽ വെച്ച് അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ രക്ഷിച്ച കൃപയിലേക്ക് കൊണ്ടുവന്നതിനായി സ്തോത്രം. ദൈവസന്നിധിയിൽ ഇന്നും സന്തോഷിക്കുവാൻ, കർത്താവിനെ വാഴ്ത്തി പുകഴ്ത്തി നിന്നിൽ ആനന്ദിച്ച് ബലപ്പെടുവാനിടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന നല്ല ആലോചനകൾ തന്നല്ല കർത്താവെ. ഏറ്റവും പെട്ടെന്ന് യജമാന്റെ സന്തോഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുവാൻ പോവുകയാണല്ലോ. അതിനായി ഒരുക്കപ്പെട്ട് നിത്യസന്തോഷത്താൽ നിറയപ്പെട്ട് എന്നെ കാത്തിരിപ്പാൻ സഹായിക്കും. നല്ല വചനങ്ങൾ അറിയിപ്പാൻ എൻ്റെ ദാസന്മാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. തുടർന്നും സഹായിക്കണമേ. വിശുദ്ധ സഭായോഗത്തെ കർത്താവ് നടത്തണമേ. വരവിനായിട്ട് ഒരുക്കിക്കൊള്ളും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും സകല വിശുദ്ധന്മാരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ.